പ്രവാചക പ്രകീർത്തനത്തിന്റെ 4-ാം സുദിനമാണിന്ന്. ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ, ലഹരിയുടെ, ആനന്ദത്തിന്റെ ദിവസമാണിന്ന്. ഹബീബായ അഷ്റഫുൽ ഖൽഖി ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹ ദീപം ഈ ഉലകത്തെ ആകമാനം പ്രകാശിപ്പിച്ച അവിടുത്തെ തിരുപ്പിറവിയുടെ വർത്തമാനം ആവിഷ്കരിക്കുന്ന ദിവസമാണ്. ഇന്ന് വളരെ കൂടുതൽ ആവേശത്തോടെ, താല്പര്യത്തോടെ, മഹബത്തോടെ പുന്നാര നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന സദസ്സാണ്. ഹബീബുനാ റസൂലുള്ളാഹി ഒരു പ്രത്യേക കാലഘട്ടം സൃഷ്ടിച്ച വ്യക്തിയല്ല. അള്ളാഹുവിന്റെ നിയോഗത്താൽ എല്ലാം പൂർണ്ണമായി അള്ളാഹു തെരഞ്ഞെടുത്ത് അയച്ചതാണ്. അതിന് പറ്റുന്ന എല്ലാ ലക്ഷണങ്ങളും പൂർത്തിയാക്കി പഴയകാല പ്രവാചകന്മാർക്ക് വിളംബരം ചെയ്തു. അവരുടെ അനുയായികൾ മുഴുവൻ നാടുനീളം പ്രചരിപ്പിച്ചു. ഹബീബ് ലോകത്തേക്ക് പ്രത്യക്ഷപ്പെട്ടാൽ ഏവർക്കും തിരിച്ചറിയാൻ പറ്റുന്ന എല്ലാവിധ ലക്ഷണങ്ങളും ഇവിടെ ഉണ്ടാക്കി. ഫോട്ടോ പ്രദർശനം മുതൽ അവിടുത്തെ പേരും പെരുമയും എല്ലാ അർത്ഥത്തിലും പ്രചരിപ്പിച്ചു. പറ്റുന്ന ഒരു സന്ദർഭം കാത്തിരിക്കുകയായിരുന്നു. അതിന് പറ്റുന്ന ഒരു സന്ദർഭം വേണം, അതിന് പറ്റുന്ന ഒരു യുഗം, അതിന് പറ്റുന്ന ഒരു രാജ്യം, അതിന് പറ്റുന്ന ഒരു കുടുംബം, അതിന് പറ്റുന്ന ഒരു ഉമ്മയും ഉപ്പയും, അതിന് പറ്റുന്ന ഒരു സമുദായം. അങ്ങനെ എല്ലാം യോജിച്ചപ്പോൾ മഹാനായ സയ്യിദുൽ വറാ റസൂലുള്ളാഹി ഈ ലോകത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയ്യിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ وأخرجه في آخر الزمان كما قدر وأبده وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا ألا هو الذي توسل به سيدنا آدم وافتخر بكونه والدا واستغاث به سيدنا نوح عليه الصلاة والسلام. സത്യവിശ്വാസികളായ പ്രവാചക സ്നേഹികൾ അവരുടെ ആത്മീയ സദസ്സുകളിൽ ഭക്തി പുരസ്സരം പാരായണം ചെയ്യുന്ന ഒരു ഗദ്യഭാഗമാണ്, പ്രകീർത്തനത്തിന്റെ മനോഹരമായ കാവ്യമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി വരാം, ഉദിച്ചുയരാൻ സമയമായിരിക്കുന്നു. ഇന്നലെ പറഞ്ഞ ആ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ ഇന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. എവിടെയും പെരുമ, പേര്, പ്രശസ്തി, ആളുകൾ മുഴുവൻ ഉറ്റുനോക്കി കാത്തിരിക്കുന്നു. ഇന്നലെ ബാക്കി വെച്ച ഒരു കാര്യവും കൂടി ഇപ്പോൾ തന്നെ പറയലാണ് യോജിപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. മദീന ഷരീഫിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി അവിടുത്തെ ജീവിതത്തിലെ പ്രത്യേകമായ ഒരു നിർണായക ഘട്ടത്തിൽ മദീനയിലേക്ക് പോകണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അവിടെ ചെന്നാൽ അവിടെ താമസിക്കേണ്ട വീട്, യഥാർത്ഥം പറഞ്ഞാൽ തിരുനബിക്ക് താമസിക്കാൻ തീരെഴുതി വെച്ച ഒരു വീട് പഴയ കാലത്തെ ഒരു രാജാവ് അവിടെ വന്ന് പണി കഴിപ്പിച്ചിരുന്നു എന്ന് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിനപ്പുറം എന്ത് ഒരുക്കമാണ് ഇനി വേണ്ടത്? ഇങ്ങനെ ഒരു സത്യത്തിന്റെ പ്രവാചകം വരും. മക്കയിൽ ഉദിച്ചുയർന്ന് അദ്ദേഹം യസ്രിബിലേക്ക്, മദീനയിലേക്ക് പലായനം നടത്തും. പലായനം നടത്തി മദീനയിലെത്തിയാൽ അവർക്ക് താമസിക്കാൻ ഒരു വീട് വേണം. അതുകൊണ്ട് അങ്ങനെ ഒരു വീട് വർഷങ്ങൾക്ക് മുമ്പ് അത് ഉണ്ടാക്കി വെക്കുന്നു. ഹിമ്യറിലെ രാജാവായ തുബ്ബ ചക്രവർത്തി കുറെ മുമ്പ് ജീവിച്ചയാളാണ്. തുബ്ബ ഖുർആൻ തന്നെ പരാമർശിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. തുബ്ബ എന്ന ഒരു ഭരണകൂടത്തിന്റെ പേരാണ്. തബാൻ അസ്അദ് എന്ന് പറയുന്ന ഹിമ്യറിന്റെ ഒരു ചക്രവർത്തി ആയിരക്കണക്കായ തന്റെ സൈന്യത്തിന്റെ കൂടെ അറേബ്യയിലൂടെ സഞ്ചരിച്ച് 400ഓളം വരുന്ന ആത്മജ്ഞാനികളായ വേദപണ്ഡിതന്മാരോടൊന്നിച്ച് മദീന എന്ന് നാം ഇന്ന് വിളിക്കുന്ന യസ്രിബ് എന്ന പഴയ പ്രദേശത്ത് എത്തിച്ചേരുന്നു. അന്ന് മദീനയില്ല, അന്ന് റൗള ഷരീഫ് അവിടെ വന്നിട്ടില്ലല്ലോ, അന്ന് മദീനയിലെ പള്ളി അവിടെ വന്നിട്ടില്ലല്ലോ, ചരിത്രമുറങ്ങുന്ന ആ മണ്ണിനെ കുറിച്ച് സാധാരണക്കാർക്ക് അറിയില്ലല്ലോ. ഹബീബ് അവിടെ വരാനുണ്ട് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ആത്മജ്ഞാനികളായ 400 പണ്ഡിതന്മാരുടെ കൂടെ യസ്രിബ് എന്ന നാട്ടിലെത്തിയപ്പോൾ 400 പണ്ഡിതന്മാർ ഒന്നിച്ചു പറഞ്ഞു, ഈ പ്രദേശം ഒരു ചരിത്രമുള്ള ഭൂമിയാണ്. ഇവിടെയുള്ള ഈന്തപ്പനയോലകൾക്ക് ചരിത്രം പറയാനുണ്ട്, ഇവിടെയുള്ള കുന്നുകൾക്ക് ചരിത്രം പറയാനുണ്ട്. ഇവിടെയാണ് ഞങ്ങളുടെ വേദങ്ങളിലെല്ലാം പറഞ്ഞു പരിചയപ്പെടുത്തിയ അഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് എന്ന പേരിൽ കീർത്തിവെച്ച അള്ളാഹുവിന്റെ റസൂൽ ഇവിടെയാണ് വന്നെത്തുക. അതുകൊണ്ട് മഹാരാജാവേ, നിങ്ങൾക്ക് പോകാം, ഞങ്ങൾ വരുന്നില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചതാണിത്. 400 ആത്മജ്ഞാനികളായ പണ്ഡിതന്മാർ പറഞ്ഞു, ഞങ്ങൾ ഈ രാജ്യം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ ഒരു മഹാത്മാവ് വരും, ഞങ്ങൾ ഇവിടെ താമസിക്കും, ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ എങ്കിലും ആ മഹാനുഭാവനായ സത്യദൂതന്റെ കൈപിടിച്ച് അനുഗ്രഹം നേടി അദ്ദേഹത്തിന്റെ സഹകാരികളിൽ ഉൾപ്പെടാൻ സാധിക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ പാർക്കുകയാണ്, രാജാവിന് വേണമെങ്കിൽ പോകാം. അപ്പോൾ രാജാവിന് വല്ലാത്ത സന്തോഷമായി. ഇങ്ങനെയുള്ള ഒരു പ്രദേശത്താണോ നമ്മൾ എത്തിപ്പെട്ടത്? എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇവിടെ നിൽക്കണം, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യാം. മദീനയുടെ ചുറ്റുഭാഗങ്ങളിലും 400 വീടുകൾ ഈ പണ്ഡിതന്മാർക്ക് വേണ്ടി തുബ്ബ ചക്രവർത്തി പണിയിപ്പിച്ചു കൊടുക്കുന്നു. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നു, ഭീമമായ സമ്മാനങ്ങൾ വലിയ രൂപത്തിൽ അവർക്ക് കൊടുക്കുന്നു. അതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു സ്ഥലം നിർദ്ദേശിക്കണം, ആ വരുന്ന പ്രവാചക മഹാത്മാവിന് താമസിക്കാൻ പറ്റുന്ന ഒരിടം. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി മനോഹരമായ സർവ്വ സൗകര്യങ്ങളുമുള്ള ഇരുനില കെട്ടിടത്തിലുള്ള വലിയ ഒരു ബംഗ്ലാവ്, വലിയൊരു വീട് മഹാരാജാവ് അവിടെ പണിയിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങളാ പറഞ്ഞ നമ്മുടെ വേദങ്ങളിൽ പ്രവചിച്ച ആ പുണ്യപ്രവാചകർക്ക് താമസിക്കാനുള്ളതാണ്. ആത്മജ്ഞാനികളായ പൂർവ്വ ഗ്രന്ഥങ്ങൾ പഠിച്ച 400 പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം മദീനയിൽ ഇല്ല, അന്ന് യസ്രിബ് എന്നാണ് ആ രാജ്യത്തിന്റെ പേര്. ഈന്തപ്പനയോലകളെ കൊണ്ട് നടക്കുന്ന, കുന്നും മലയും തിങ്ങി നിറയ്ക്കുന്ന ആ പരിശുദ്ധ പ്രദേശം. അങ്ങനെയാണ് ഒരു വീട് പണിയിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ വീട്ടിൽ താമസിക്കാൻ 400 ജ്ഞാനികളിൽ വെച്ച് ഏറ്റവും നിഷ്കളങ്കനായ നേതാവിനെ തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം, നിങ്ങളുടെ മക്കൾക്ക് കൈമാറാം, പക്ഷേ നിങ്ങൾക്ക് അധികാരപ്പെട്ടതല്ല. ഇതിന്റെ യഥാർത്ഥ ഉടമാവകാശി അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അവർക്ക് വേണ്ടി ഞാൻ പണി കഴിപ്പിക്കുന്ന വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വരുന്ന പ്രവാചകൻ കാത്തിരിക്കുന്ന തിരുദൂതർക്ക് ഒരു എഴുത്തും കൊടുക്കുന്നു. ഷഹിദു അലാ അഹ്മദ അന്നഹു റസൂലും മിനല്ലാഹി ബാരിൻ നസം فلو مد عندي إلى عمده لكنت وزيرا له وابن عمي. സത്യത്തിന്റെ അഹമ്മദ് എന്ന പ്രവാചക പൊങ്കവരെ, നിങ്ങൾക്ക് ഈ വിനീതദാസൻ കുറിക്കുന്ന കത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളുടെ ജഗദീശ്വരന്റെ അള്ളാഹുവിന്റെ പ്രവാചകനായ റസൂലേ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന കത്ത് എന്റെ ആയുസ്സിന് നിങ്ങളുടെ കാലഘട്ടം വരെ അവസരമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു ഉറ്റ സ്നേഹിതനും നിങ്ങളുടെ ഒരു അനുഭാവിയും മന്ത്രിയുമായി വർത്തിക്കും, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹമുണ്ട് എന്ന് ഒരു കവിതയിൽ എഴുതി അത് പ്രത്യേകമായി ആവിഷ്കരിച്ച് ആ വീട്ടിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഉദിച്ചിട്ടില്ല, അതിന്റെ മുമ്പ് വീട് പണി കഴിപ്പിച്ചു, എല്ലാം റെഡിയാക്കി. ആ ആത്മജ്ഞാനികളായ 400 മനുഷ്യന്മാരുടെ മക്കളും മക്കളുടെ മക്കളുമാണ് അൻസാറുകൾ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോഴേക്ക് വല്ലദീന ആവനസറു, സഹായിക്കാനും എടുക്കാനും പിടിക്കാനും ഒത്താശ ചെയ്യാനും ഇങ്ങനെ ഒരു സമർപ്പിതരായ മനുഷ്യർ, സഹബാക്കൾ, അൻസാറുകൾ റളിയല്ലാഹു അൻഹും. അവരുടെ ആ സമർപ്പണത്തിന്റെ കാരണം എന്താണ്? നേരത്തെ നല്ല വാപ്പാര് വസിയത്ത് ചെയ്ത് പഠിപ്പിച്ചതാണ്, ഇങ്ങനെ ഒരു മഹാത്മാവ് വരും ഇവിടെ, അവരെ കാണാനാണ് നമ്മൾ ഇവിടെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ യോഗമുണ്ടായാൽ നിങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മക്കളോട് വസിയത്ത് ചെയ്യണം. അവരുടെ പേരമക്കളാണ് അൻസാറുകൾ. ഔസ് ഖസ്റജ് കുടുംബത്തിലെ ഈ വലിയ ആളുകൾ, ജനസംശയം ഈ 400 പണ്ഡിതന്മാരുടെ മക്കളുടെ മക്കളുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അവരുടെ ആത്മജ്ഞാനിയായ വലിയ പണ്ഡിതന്റെ കീഴ്വഴക്കത്തിൽ താവഴിയിൽ ജനിച്ച പേരമകനാണ് സയ്യിദുനാ അബൂ അയ്യൂബിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് പുന്നാര പൂമാൻ സയ്യിദുനാ റസൂലുള്ളാഹി ഒട്ടകപ്പുറത്തേറി മദീനയിലെത്തി. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع أنت في الكل جميل وجمال يا مطاع صلى الله وسلم عليك يا سيدنا يا رسول الله. ഇത്രയും പാട്ടും പഠിച്ച് കാത്തിരിക്കുകയാണ് നാട്ടുകാർ.
മദീനയിലെ പെൺകുട്ടികൾ പോലും പാട്ടുണ്ടാക്കി കാത്തിരിക്കുകയാണ് സ്വീകരിക്കാൻ. അന്ന് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ കുറെ ദൂരെ എത്തിയപ്പോൾ ഓരോരുത്തരും പറഞ്ഞു, തിരുനബി ഇവിടെ വരണം, എന്റെ വീട്ടിൽ വന്നിറങ്ങണം. തിരുനബി പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കൂ, എന്റെ ഒട്ടകത്തിന്റെ കയറ് കയ്യിൽ നിന്ന് ഒഴിവാക്കൂ. എന്റെ ഒട്ടകത്തിന് അറിയാം എവിടെയാണ് മുട്ടുകുത്തേണ്ടത്. എല്ലാവരും പ്രസംഗത്തിൽ പറയുന്നതാ. എന്റെ ഒട്ടകത്തിനറിയാം എവിടെയാണ് താമസിക്കേണ്ടത് എന്ന്. അത് മുട്ടുകുത്തുന്നിടത്ത് ഞാൻ ഇറങ്ങി താമസിക്കും. അതിന് അള്ളാഹു കൽപ്പന കൊടുക്കും. ഏതായി കൽപ്പന? നേരത്തെ അള്ളാഹു തആല തീരുമാനിച്ച് ശരിയാക്കി 400 ആത്മജ്ഞാനികളായ പണ്ഡിതന്മാരുടെ കൽപ്പന പ്രകാരം നിർമ്മിച്ചുണ്ടാക്കിയ ഇരുനില കെട്ടിടമാകുന്ന ഒരു വീട് അവിടെ ഉണ്ട്. ആ വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോ ഒട്ടകത്തിനറിയാം അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അങ്ങനെ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ചരിത്രം നമ്മളൊക്കെ കേട്ടതാ. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അവരുടെ കീവഴിയിൽ, അവരുടെ താവഴിയിൽ വന്ന മകനാണ്. ആ വീട്ടിന് മുറ്റത്തെത്തിയപ്പോ ഒട്ടകം മുട്ടുകുത്തി. അവിടെയാണ് റസൂലുള്ളാഹി തങ്ങൾ ആ വീട്ടിൽ പോയി താമസിച്ചു. ചരിത്രകാരന്മാർ പറയുന്നു, ആരുടെയും ഔദാര്യം എടുക്കേണ്ട ഒരവസ്ഥ റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. എല്ലാം റസൂലുള്ളാഹിക്ക് തന്നെ അള്ളാഹു കൊടുത്തതാണ്. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു അന്ന് അതിന്റെ കൈവശക്കാരനാണെങ്കിലും ആ വീടിന്റെ യഥാർത്ഥ ഉടമാവകാശി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ഇരുനില കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു ആദ്യം താമസിച്ചത്, പിന്നെ താഴത്തേക്ക് ഇറങ്ങി. ആ കഥ ഇൻഷാ അല്ലാഹ് ഹിജ്റയെ പറ്റി പറയാൻ സന്ദർഭം വരുമ്പോൾ നമുക്ക് പറയാവുന്നതാണ്. ഞാൻ എന്തിനു പറഞ്ഞു? വീട് വരെ വൃത്തിയായി ഉണ്ടാക്കി അടിച്ച് പെരുമാറി എല്ലാം ക്ലിയറായി കാത്തിരിക്കുകയാണ്. വീട് മുതൽക്ക് എല്ലാ സംഗതികളും, കഅബാലയത്തിന്റെ മുഴുവൻ പണികളും കഴിച്ചു. അതിന് പറ്റുന്ന ഒരു നല്ല നേതാവിനെ കൊണ്ടുവന്നു. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഹംദുനി ഷൈബ എന്ന് പറയുന്ന ഒരാൾ, വളരെ മാന്യനായ ഭരണാധികാരി, കഅബാലയത്തിന്റെ പരിചാരകൻ. അങ്ങനെ ഒരു അബ്ദുൽ മുത്തലിബിന്റെ പൗത്രനായി, പേരമകനായി ജനിക്കണം സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്നലെ പറഞ്ഞതിനോട് ചേർത്ത് വായിക്കുക, എല്ലാ കാത്തിരിപ്പിന്റെയും ലക്ഷണങ്ങളായി. ഇനി റസൂലുള്ളാഹി തങ്ങൾക്ക് വരാം അവിടുത്തെ ഒരു കാലഘട്ടം. ഏത് കാലഘട്ടത്തിൽ ജനിക്കണം? എല്ലാ ലക്ഷണങ്ങളും യോജിക്കുന്ന ഒരു കാലഘട്ടം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നു, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർനൻ ഹത്താ കുൻതു മിനൽ ഖർനി അല്ലദീ കുൻതു ഫീഹി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ധരിക്കുന്നു, ഏറ്റവും നല്ല ഒരു പീരിയഡ്. ഖർന് എന്നാൽ സെഞ്ചുറി, നൂറ്റാണ്ട്, ശതാബ്ദം എന്നർത്ഥം കൊടുക്കണോ വേണ്ടേ എന്ന് പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്. യുഗം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയും പറഞ്ഞവരുണ്ട്. ഏതായാലും 100-200 കൊല്ലങ്ങൾക്കൊക്കെ കൂടിക്കൂടി വരുന്നതിനാണ് ഖർന് എന്ന് പറയുക. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് 100 കൊല്ലം കൂടുമ്പം നൂറ്റാണ്ട് എന്ന് പറയല്ലോ മലയാളത്തിൽ. അതുപോലെയാണ് ഖർന്. ഏതായാലും അങ്ങനെയുള്ള നൂറ്റാണ്ടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്യുത്തമമായ ഒരു നൂറ്റാണ്ടിൽ അള്ളാഹു എന്നെ ജനിപ്പിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിന്റെ മുമ്പ് കുറെ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു, കുറെ യുഗങ്ങൾ ഉണ്ടായിരുന്നു. ശിലായുഗം, പൂർവശിലായുഗം, തമോയുഗം, ത്രേതായുഗം, ഇങ്ങനെ ചരിത്രകാരന്മാർ പലരും പറയുന്നുണ്ട്. ചരിത്രയുഗം, ചരിത്രാതീത യുഗം. റസൂലുള്ളാഹി വരുന്നത് എപ്പോഴാണ്? ഏറ്റവും ഉത്തമമായ യുഗം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. എഴുത്തും വായനയും ഒക്കെ ജനങ്ങൾ പഠിച്ച്, എഴുതാനും വായിക്കാനും ഒക്കെ നന്നായി അഭ്യസിച്ച്, എഴുത്തിന്റെയും വായനയുടെയും മൂല്യം മനസ്സിലാക്കി, ബൗദ്ധികമായി വളരെ വളർന്ന് ശാസ്ത്രീയമായി ചിന്തിച്ച്, അങ്ങനെ ഒരു കാലഘട്ടം. കപ്പൽ കണ്ടുപിടിച്ച്, യുദ്ധായുധങ്ങൾ കണ്ടുപിടിച്ച്, ജീവിക്കാനുള്ള കോപ്പുകളൊക്കെ ഏകദേശമായി ക്രിസ്താബ്ദം 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്യുന്നു. നല്ല നൂറ്റാണ്ട് എന്ന് മാത്രം നമുക്കതിനെ കുറിച്ച് പറയാം. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മ അല്ലദീന യലൂനഹും. റസൂലുള്ളാഹി പറഞ്ഞു, ഏറ്റവും നല്ല കാലം, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്നെ അള്ളാഹു തെരഞ്ഞെടുത്തയച്ച ഞാൻ ഇരിക്കുന്ന നൂറ്റാണ്ടാണ്. പിന്നെ അതിനോടടുത്തത്, പിന്നെ അതിനോടടുത്തത്, പിന്നെ അതിനോടടുത്തത്, പിന്നീട് കുഴപ്പങ്ങളും തെളിവുകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചത് തന്നെ കാണാം. അപ്പോൾ ഏറ്റവും നല്ല ഒരു കാലഘട്ടം വന്നു. ഇനി അതിന് പറ്റുന്ന ഒരു കുടുംബത്തിൽ ജനിക്കണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരാക്ഷേപം പറയാൻ ഇടവരരുത്. സംഗതിയൊക്കെ ശരിയാണ്. തീരെ ചരിത്ര പ്രധാനമില്ലാത്ത ഒരു നാട്ടിലാണ് നബി ജനിച്ചത് എന്നാരെങ്കിലും പറഞ്ഞാൽ അതൊരു മോശമല്ലേ? അത് പറയാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? ഉമ്മുൽ ഖുറാ, ഭൂമിയുടെ കേന്ദ്രമായി അള്ളാഹു അംഗീകരിച്ച് അനുഗ്രഹിച്ച പരിശുദ്ധ മക്ക.
കഅബാലയത്തിന്റെ നാട്. നേരത്തെ തന്റെ പിതാമഹൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വന്നിട്ടുണ്ട് അവിടെ. അത് നാഗരികമാക്കിയിട്ടുണ്ട്. BC 4000 ആണ്ടിൽ അല്ല, അതിന്റെയും 10,000 വർഷങ്ങൾക്ക് മുൻപ് ഓരോ പ്രവാചകന്മാരും വന്ന് കാലുകുത്തിയ ഒരു മണ്ണാണ് പരിശുദ്ധ മക്കാദേശം. സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാം മക്കാ പ്രദേശത്ത് പലപ്പോഴും വന്നിട്ടുണ്ട്. അതിന്റെയും മുമ്പ് മലായിക്കത്ത് വന്നിട്ടുണ്ട്. സത്യത്തിന്റെ മഹാത്മാവ് ജനിക്കാനിരിക്കുന്ന പ്രദേശത്തെ അള്ളാഹു ഈ വിധത്തിൽ അലങ്കരിച്ചു, അനുഗ്രഹിച്ചു. അങ്ങനെ അതാ നാട് യോജിച്ചു, കാലഘട്ടം യോജിച്ചു. ആ ഇസ്മായിലിന്റെ താവഴിയിൽ നിന്ന് വരണം ഇനി മക്കൾ. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരമക്കളായി വരണം. അപ്പോൾ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായി. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് ചെറുപ്പത്തിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു ചരിത്രപരമായ ദുരന്തത്തിന്റെ അവസ്ഥ ഉണ്ടായിരുന്നു. അല്ലാഹു തആല നിയോഗപരമായി അത് തടുത്തു. അത് ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളായി വന്നു. അവിടെയാണ് ആ കുടുംബം. ആ കുടുംബത്തെ അല്ലാഹു നേരത്തെ എങ്ങനെ തെരഞ്ഞെടുത്തു നോക്കുക. സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ഇതാണ് ഞാൻ പറയുന്നത്. 40 വയസ്സായപ്പം മലന്റെ മുകളിൽ പോയിരുന്നു. എന്നിട്ട് ഒരു പുസ്തകം കൊടുത്തു പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാന്റെ റസൂലായി. യാദൃശ്ചികമായ സംഭവം അല്ല. കുടുംബം തെരഞ്ഞെടുക്കുന്ന രൂപം നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം, ഖലഖല്ലാഹുൽ ഖൽഖ, അല്ലാഹു തആല സൃഷ്ടിപ്പ് സൃഷ്ടിച്ചു. ജനങ്ങളെ, മൃഗങ്ങളെ, പക്ഷിലതാദികളെ, സൗരയൂഥമണ്ഡലങ്ങളെ, ഛേദന വസ്തുക്കളെ, അഛേദന വസ്തുക്കളെ പലതിനെയും അള്ളാഹു പടച്ചു. അതിൽ നിന്ന് ഫഖ്താറ മിനൽ ഖൽഖി ബനി ആദം, മനുഷ്യവർഗത്തെ അള്ളാഹു അതിൽ നിന്ന് ഉത്തമമായി തെരഞ്ഞെടുത്തു. മറ്റൊന്നിനുമില്ലാത്ത ശ്രേഷ്ഠത മനുഷ്യവർഗത്തിന് കൊടുത്തു. വലഖദ് കറംനാ ബനി ആദം വഖ്താറ മിൻ ബനി ആദമ അൽ അറബ്. ഈ ഒരു വെളിച്ചത്തിലേക്ക് എത്താൻ വേണ്ടി അള്ളാഹു ചെയ്യുന്നത് നോക്ക്. ആദം സന്തതികളിൽ നിന്ന് അറബ് വംശത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു. ഇത് റസൂലുള്ളാഹി പറയുന്നതാണ്. ദേശീയതയുടെ പേരിൽ സ്നേഹം പാടില്ല, വെറുപ്പും പാടില്ല. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മനുഷ്യ വംശത്തിൽ നിന്ന് അറബ് വംശത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു. വഖ്താറ മിനൽ അറബി മുളർ, അറബ് വംശത്തിൽ നിന്ന് മൊത്തം മുളർ കുടുംബത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു. വഖ്താറ മിൻ മുളറ ഖുറൈശൻ, മുളർ കുടുംബത്തിൽ നിന്ന് ഖുറൈശ് ഗോത്രത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു. വഖ്താറ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശ് ഗോത്രത്തിൽ നിന്ന് ബനു ഹാഷിം ചേരുവേ, ബനു ഹാഷിം പരമ്പരയെ അള്ളാഹു തെരഞ്ഞെടുത്തു. വഖ്താറനീ മിൻ ബനി ഹാഷിം, ഹാഷിം മക്കളിൽ നിന്ന് എന്നെ അള്ളാഹു തെരഞ്ഞെടുത്തു. ഇപ്പൊ എന്താ അർത്ഥം? അല്ലാഹു തആല രൂപപ്പെടുത്തി പാകപ്പെട്ട കുടുംബത്തിലൂടെ കൊണ്ടുവന്ന് റസൂലുള്ളാഹി തങ്ങളെ ഫഅന ഖിയാറും മിൻ ഖിയാരിൻ ഇലാ ഖിയാർ സദഖ റസൂലുള്ളാഹി, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഞാൻ. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം മറ്റൊരു രൂപത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ അസ്തഫാ മിൻ വുൽദി ഇബ്രാഹിമ ഇസ്മായിൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കുറെ മക്കൾ, ആ മക്കളിൽ നിന്ന് ഇസ്മായിലിനെ അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ബനി ഇസ്മായിൽ കിനാന, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽ നിന്ന് കിനാന കുടുംബത്തെ അല്ലാഹു തെരഞ്ഞെടുത്തു. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വസ്തഫാ മിൻ ബനി കിനാനത ഖുറൈശൻ, കിനാന എന്ന് പറയുന്നതും മുളർ എന്ന് പറയുന്നതും ഒരേ താവഴിയിലെ രണ്ടാളുകളാണ്. അങ്ങനെ കിനാനയിൽ നിന്ന് ഖുറൈശിനെ തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശ് കുറെ മക്കളുമുണ്ട്, അതിൽ നിന്ന് ബനു ഹാഷിമിനെ തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ഹാഷിം മക്കളിൽ നിന്ന് എന്നെ അല്ലാഹു തെരഞ്ഞെടുത്തു. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോഴ് ബാപ്പാരെ മുതൽക്ക് പറ്റുന്ന രൂപം ഇപ്പോഴെന്തൊക്കെയായി? കുടുംബത്തെ തെരഞ്ഞെടുത്തു, താവഴിയെ തെരഞ്ഞെടുത്തു, പ്രദേശത്തെ തെരഞ്ഞെടുത്തു, കാലഘട്ടത്തെ തെരഞ്ഞെടുത്തു. ഇനി എന്താ തെരഞ്ഞെടുക്കാനുള്ളത്? ഇനി ബാപ്പാനെയും ഉമ്മാനെയും തെരഞ്ഞെടുക്കണം. അതും വേണമല്ലോ പറ്റുന്നത്. ഏതെങ്കിലും ഒരാള് എപ്പോഴെങ്കിലും ഒരു യാദൃശ്ചിക സംഭവം ഉണ്ടായി, ഒരു കുട്ടിയെ പ്രസവിച്ചു, ആ കുട്ടി അത്യാവശ്യം ബുദ്ധിയും തന്റെ ഇടമൊക്കെ ഉണ്ട്, ഓനെ റസൂലാക്കാം, ഓനെ റസൂലാക്കിയ തിരക്കില്ല, പറഞ്ഞൊക്കെ കേൾക്കുന്ന മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇന്ന് ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആൾക്കാർ എഴുതിക്കൊണ്ടിരിക്കുന്ന വർത്താനാ. ഇത് പറയുമ്പോൾ വിമർശനാണ് എന്ന് തോന്നരുത്. ഇസ്ലാമിന് പുതിയ മേന്മയും പുതിയ തുടിപ്പും കൊടുത്തു എന്ന് പറയുന്ന ചില പണ്ഡിതന്മാരൊക്കെ എഴുതി ഉണ്ടാക്കി പറഞ്ഞത് വായിച്ചാൽ തോന്നും മുഹമ്മദ് നബി 40 വയസ്സായപ്പോ നല്ല ബുദ്ധിമാനൊക്കെ ആയപ്പോ നല്ല ഒരു മാർഗം പ്രഖ്യാപിച്ചു, ആ മാർഗത്തിന് വേണ്ടി ഒരു ബോധോദയം കിട്ടി, അങ്ങനെ നബി ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു. പിന്നെ ഈ ഇസ്ലാമിന് എന്ത് വെയിറ്റാ ഉള്ളത്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം,
ഇസ്ലാം അതിനെ പരിപൂർണമായി വഴി നടത്തിയവൻ അള്ളാഹുവാണ്. അള്ളാഹു വേണം ഈ രൂപത്തിൽ കൊണ്ടുവരാൻ. ഇത് കാൾ മാർക്സ് വളർത്തിയെടുത്ത ഒരു സിദ്ധാന്തമല്ല, ഗാന്ധിജിയുടെ അഹിംസയല്ല, ശ്രീബുദ്ധന്റെ അഹിംസയല്ല, ആരുടെയും മനുഷ്യനിർമ്മിതമല്ല. അള്ളാഹു ആ രൂപപ്പെടുത്തുന്ന രീതി ഇനിയും കേൾക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു യഅലമു ഹൈസു യജഅലു റിസാലതഹു, അള്ളാഹുവിന്റെ ദിവ്യ ദൗത്യം ആരിൽ എവിടെ കൊടുക്കണമെന്ന് അള്ളാഹുവിനറിയാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ താവഴിയെ പറ്റി ഖുർആൻ പറഞ്ഞു, വതഖല്ലുബക ഫിസ്സാജിദീൻ, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഏകദൈവ വിശ്വാസികളിലൂടെ, ശുദ്ധാത്മാക്കളിലൂടെ നിങ്ങളെ നാം കൊണ്ടുവന്നു നബിയെ. അതിന്റെ തഫ്സീർ ഇമാം ഹാഫിദ് അൽ ബസാർ തബറാനി പറയുന്നു, മിൻ സുൽബി നബിയ്യിൻ ഇലാ സുൽബി നബിയ്യിൻ ഹത്താ സുർതു നബിയ്യൻ. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണത്. ഒരു നബിയിൽ നിന്ന് മറ്റൊരു നബിയിലേക്ക് വന്നു, ആദം അലൈഹിസ്സലാമിൽ നിന്ന് ശീസിലേക്ക് വന്നു, അങ്ങനെ വന്നു ഇബ്രാഹിമിലെത്തി, ഇബ്രാഹിമിൽ നിന്ന് ഇസ്മായിലിലേക്ക് എത്തി. പിന്നീട് വരുന്ന ശുദ്ധാത്മാക്കൾ അതത് കാലഘട്ടത്തിലെ നല്ലവർ, അതത് കാലഘട്ടത്തിലെ ധർമ്മമുള്ളവർ, അതത് കാലഘട്ടത്തിലെ ഏകദൈവ സത്യം അംഗീകരിച്ചവർ. അങ്ങനെ വന്നു മിൻ സുൽബി നബിയ്യിൻ ഇലാ സുൽബി നബിയ്യിൻ ഹത്താ സുർതു നബിയ്യൻ. സദഖ റസൂലുള്ളാഹി. അങ്ങനെയാണ് ഞാൻ വന്നത്. റസൂലുള്ളാഹി പറയുന്നു, ഖറജ്തു മിൻ ലദുൻ ആദമ മിൻ നിക്കാഹിൻ, ഞാൻ വന്നത് ആദം നബിയുടെ ആ പരമ്പര മുതൽ അവിഹിതമായ വീഴ്ചയിൽ എന്റെ പിതാമഹന്മാർക്ക് യാതൊരു ബന്ധവുമില്ല. അശുദ്ധമായ ഒരു ബന്ധത്തിലും എന്റെ കുടുംബം ഒരിക്കൽ പോലും കുടുങ്ങിയിട്ടില്ല. മാ വലദത്നി ബഗയ്യുൻ ഖത്തു മുൻദു ഖറജ്തു മിൻ സുൽബി ആദം അലൈഹിസ്സലാം, ആദമിന്റെ പരമ്പരയിൽ നിന്ന്, നെറുകയിൽ നിന്ന്, മുതുകിൽ നിന്ന് വന്നത് മുതൽ ഇതുവരെ അവിഹിതമായ ഒരു ബന്ധമുള്ള ഒരാളും എന്റെ പരമ്പരയിൽ വന്നിട്ടില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇബ്നു അസാക്കിർ ഉദ്ധരിക്കുന്നു, അൽ കൽബി എന്ന വിഖ്യാത കുടുംബനാമ വംശ ചരിത്രകാരൻ പറയുന്നു, കതബ്തു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 500 മാതാക്കളുടെ പേര്. നബിയുടെ ഉമ്മ, നബിയുടെ ഉമ്മയുടെ ഉമ്മ, നബിയുടെ ഉപ്പയുടെ ഉമ്മ, ഉപ്പയുടെ ഉമ്മയുടെ ഉമ്മ, അങ്ങനെ പരമ്പരയിലുള്ള 500 മാതാക്കളുടെ പേര് വംശത്തിൽ നിന്ന് ഞാൻ എടുത്തു പരിശോധിച്ചു. അവരെ പറ്റി മുഴുവൻ പഠിച്ചു. ഫമാ വജദ്തു ഫീഹിന്ന സിഫാഹൻ വലാ ശൈഅൻ മിൻ അംരിൽ ജാഹിലിയ്യ, അധർമ്മ കാലഘട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു വേണ്ടാത്തരം ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് കുടുങ്ങിയതായി എനിക്കറിയില്ല. വംശശുദ്ധി അല്ലാഹു തആല അവന്റെ പരിരക്ഷയോടുകൂടി തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് അബ്ദുല്ലാഹി ആമിന തയ്യബല്ലാഹു സറാഹുമാ, ആ വിശുദ്ധ ദമ്പതികളിലൂടെ ഒരു ബന്ധം അല്ലാഹു തആല കൊടുക്കുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ പിതൃ പരമ്പരയുടെ പേരൊക്കെ പണ്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ആ പാട്ട് പോലെ പഠിച്ചാൽ മാത്രം പോരാ, അവരൊക്കെ ആരായിരുന്നു എന്നും കൂടി പഠിക്കണം. ഇപ്പോഴും ഞാൻ പറയട്ടെ, സാധാരണ സ്നേഹമുള്ള ഈ മോമിനീങ്ങളോട് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? എന്തറിയാം? റസൂലുള്ളാഹിന്റെ വാപ്പയാണ്, അതിലപ്പുറം അറിയില്ല. സത്യത്തിൽ എന്റെ പ്രസംഗം അതിന് വിശാലല്ല, എന്നോട് ക്ഷമിക്കുക. കാരണം ഇപ്പൊ അബ്ദുല്ലാഹിനെ പറ്റി പ്രസംഗിച്ചാൽ അപ്പുറത്തൊന്നും എത്തൂല. എന്നാലും ഞാൻ പറയുന്നത്, ഒരു വെളിച്ചം നമ്മളൊക്കെ ഉണ്ടാക്കണം. റസൂലുള്ളാഹി തങ്ങൾ പരിപൂർണനായി നമ്മുടെ കൽബിൽ ഒരു നല്ല വെളിച്ചമായി നിലനിൽക്കണമെങ്കിൽ എല്ലാ മുക്കുമൂലയും അടിച്ച് വെടിപ്പാക്കി നമ്മുടെ കൽബിൽ കൊണ്ടുവെക്കണം. അവരുടെ ബാപ്പ അബ്ദുള്ള, അവരുടെ ബാപ്പ അബ്ദുൽ മുത്തലിബ്, പണ്ട് നമ്മൾ പഠിച്ചത് മാത്രമുണ്ട്. അവരുടെ ബാപ്പ ഹാഷിം, അവരുടെ ബാപ്പ അബ്ദുമനാഫ്, അവരുടെ ബാപ്പ കുസയ്യ്, അവരുടെ ബാപ്പ കിലാബ്. റസൂലുള്ളാഹി തങ്ങളുടെ പിതാമഹാന്മാരിൽപ്പെട്ട ഓരോരുത്തരെ പറ്റിയും, അദ്നാൻ വരെയുള്ള മുഴുവൻ ആളുകളെ പറ്റിയും, അവരെവിടെ ജനിച്ചു, എങ്ങനെ ജീവിച്ചു, അവരുടെ വിശ്വാസം എന്തായിരുന്നു, അവരുടെ കർമ്മം എന്തായിരുന്നു എന്ന് ചരിത്രത്തിൽ ലഭിക്കും. അബ്ദുല്ലാഹി ആമിന ദമ്പതികൾ അവരെടുക്കട്ടെ. അബ്ദുൽ മുത്തലിബ് എല്ലാവർക്കും അറിയാം, അത് കുറെയൊക്കെ കേട്ടതാണ്. സാമാന്യം ചരിത്ര പ്രസിദ്ധനാണ്. റസൂലുള്ളാഹി തങ്ങളുടെ പിതാമഹനാണ്, റസൂലുള്ളാഹി തങ്ങളുടെ വളർത്തച്ഛനുമാണ്, വളർത്തു പിതാവുമാണ്. ആ അർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഞാനൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അബ്ദുൽ മുത്തലിബിന് 144 വയസ്സാകുമ്പോഴാണ് മരിച്ചത് എന്നൊരു റിപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ 125. 125 മരിക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളർത്തുമ്പോൾ 117, 118 വയസ്സുണ്ട് പ്രായം.
അപ്പോൾ സാമാന്യമായി പക്വത വന്ന് അറേബ്യ മുഴുവൻ പരിചയപ്പെട്ട പേരെടുത്ത ഒരു കാരണവർ. കഅബാലയത്തിന്റെ അധികാരവും അദ്ദേഹത്തിനാണ് ചെറുപ്പത്തിൽ ഒരു കൽപ്പന ഉണ്ടായത്. യൗവന കാലഘട്ടത്തിൽ ഒരു സ്വപ്നമുണ്ടായി. ഇസ്മായിലിന്റെ പരമ്പരയാണ് നിങ്ങൾ, ഈ കഅബാലയത്തിന്റെ നായകൻ വരാനിരിക്കുന്നു നിങ്ങളുടെ തലമുറയിൽ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക. കഅബാലയത്തിന്റെ ഇന്നാലിന്ന പോയിന്റിൽ നിങ്ങൾ ഒരു കുഴി കുഴിക്കണം, അവിടെ നിങ്ങൾക്ക് ജലപ്രവാഹം ലഭിക്കും. അവിടെ ഇസ്മായിൽ അലൈഹിസ്സലാം വെള്ളം തുടിപ്പുണ്ടാക്കിയ സ്ഥലമുണ്ട്. അങ്ങനെ സംസം, അതിന്റെ വെള്ളത്തിന്റെ പ്രവാഹം ഇസ്മായിൽ നബിയുടെ കാലത്ത് വന്നു. പിന്നീട് കാലക്രമേണ അത് അപകടപ്പെട്ടുപോയി, വെള്ളം പുറത്തേക്ക് വരാത്ത കണ്ടീഷനിലായി. പിന്നെ അബ്ദുൽ മുത്തലിബാണ് അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് കൽപ്പനയാണ്, അത് ഓർമ്മയിൽ നിന്ന് ഇൽഹാം ലഭിച്ചതാണ്, അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്ന സന്ദേശം ലഭിച്ചതാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് സംസം കുഴിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. സംസമിന്റെ കിണർ കുഴിച്ചു, ആളുകൾ മുഴുവൻ കളിയാക്കി. കഅബാലയത്തിന്റെ മുറ്റത്ത് വളരെ പരുവരുത്ത ഭൂമിയിൽ അബ്ദുൽ മുത്തലിബ് ഒറ്റക്ക് കുഴി ഇങ്ങനെ കുഴിക്കുക. അപ്പോഴേ ഒരാൾ വന്നിട്ട് കളിയാക്കി, അബ്ദുൽ മുത്തലിബ് നിങ്ങളെന്ത് ഒറ്റയ്ക്ക് ഒരു കുഴി കുഴിക്കണ്? നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ആളും പാളും ഒന്നുമില്ലാതെ, നിങ്ങൾക്ക് ബന്ധപ്പെട്ടവരാരും ഇല്ല എന്ന് ചോദിച്ച് കളിയാക്കി. അപ്പോൾ അബ്ദുൽ മുത്തലിബ് അറിയാതെയോ അറിഞ്ഞോ പറഞ്ഞുപോയി, പടച്ചവൻ എനിക്ക് 10 മക്കളെ തരികയും ആ 10 മക്കൾ എന്റെ സംരക്ഷണം നടത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ അവരിൽ ഒരുവനെ ഞാൻ ബലി കൊടുക്കും. പണ്ട് ഉപ്പാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ഒരു ബലിക്ക് വേണ്ടി പ്രഖ്യാപിച്ചതൊക്കെ അബ്ദുൽ മുത്തലിബ് കേട്ടിട്ടുണ്ട്. 10 മക്കൾ എനിക്കുണ്ടായാൽ ഞാൻ അതിൽ ഒന്ന് ബലി കൊടുക്കും എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. ഇരിക്കട്ടെ, സംസമിന്റെ കുഴി കുഴിച്ചു, വെള്ളം പ്രവഹിച്ചു, മക്കക്കാർക്ക് മുഴുവൻ ആ വെള്ളം വിരുന്നു കൊടുത്തു. ഇന്നും അബ്ദുൽ മുത്തലിബ് കുഴിച്ചെടുത്ത ആ സംസം നേരത്തെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലിൽ നിന്ന് പ്രവഹിച്ച ജലമാണത്, അത് നമുക്കൊക്കെ അറിയാം. പിന്നീട് കുഴിച്ചു ശരിയാക്കിയത് അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിന് മക്കളോട് മക്കള് നേരത്തെ നേർച്ചയാക്കിയതുപോലെ തന്നെ അൽ ഹാരിസ് എന്ന മൂത്ത മകൻ, അവിടുന്ന് ഇങ്ങോട്ട് മക്കളുണ്ടായി. 10 മക്കൾ കൃത്യം, നല്ല ഒന്നാന്തരം ചെറുപ്പക്കാര്, വളരെ വലുതായി. അവർ അബ്ദുൽ മുത്തലിബിന്റെ ചുറ്റും നിന്നിട്ട് എല്ലാ സംരക്ഷണത്തിനും പ്രായമായി. ആ കൂട്ടത്തിൽ ഒരുവനാണ് സയ്യിദുന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. വലുതായി. അപ്പോൾ അബ്ദുൽ മുത്തലിബിന് ഓർമ്മയായി, എനിക്ക് 10 മക്കളുണ്ടായാൽ അതിൽ നിന്ന് ഒരുവനെ ഞാൻ ബലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ബലി കൊടുക്കേണ്ട സമയമായല്ലോ. ഉടനെ തന്നെ അദ്ദേഹം ബന്ധപ്പെട്ട ആളോട് പോയി ചോദിച്ചു, ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാരോട് പോയി ചോദിച്ചു, കഅബാലയത്തിന്റെ തന്ത്രി പൂജാരിമാരോടൊക്കെ ചോദിച്ചു, കൊടുക്കണം, ബലി കൊടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. ദൈവം നിങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ബലി കൊടുത്തേ പറ്റൂ. പൂർവ്വപിതാവായ ഇബ്രാഹിമിന് ഇസ്മായിലിന് ബലി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, ബലി കൊടുക്കാൻ വേണ്ടി പോയി, പിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തിയതാണ്. നിങ്ങളെ അങ്ങനെ രക്ഷപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം ബലി. എങ്ങനെയാണ് ആരെ തീരുമാനിക്കുക? ആരെയും അറുക്കാൻ കഴിയുന്നില്ല, കാരണം എല്ലാം നല്ല ഒന്നാന്തരം മക്കളാ. അവസാനം അബ്ദുൽ മുത്തലിബ് മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഒരു കുറിപ്പിൽ എഴുതുക, നമുക്ക് കഅബാലയത്തിനകത്ത് പോയി ഒരു നറുക്കിട്ടെടുക്കാം. അങ്ങനെ അവിടെ തന്ത്രിയുടെ നേതൃത്വത്തിൽ നറുക്കെടുപ്പ് നടന്നു. ആരുടെ പേരാണോ ലഭിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പൊ പറയുന്നു, ഖുർആനിലുണ്ട്. അങ്ങനെ ഒരു നറുക്കെടുപ്പിന്റെ കച്ചവടം അറേബ്യയിലെ ഖുറൈശികൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനെ പറ്റിയുള്ള സൂചന ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തോ ആകട്ടെ, അവിടെ ചെന്നു. 10 മക്കളും പറഞ്ഞു, ഉപ്പ അങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ബലി കൊടുക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. ഞങ്ങൾ ഇസ്മായിൽ നബിന്റെ മക്കളല്ലേ, അവരത് പറയാതിരിക്കോ? പാപ്പാനോട് പറഞ്ഞില്ലേ, യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ആ പാരമ്പര്യമുള്ള മക്കൾ പറഞ്ഞു, പാപ്പ നിങ്ങൾ അങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ മരിക്കാൻ തയ്യാറാണ്, ഞങ്ങളെയൊക്കെ അറുക്കാം, എന്നാലും ഏത് പേര് വരണം? അങ്ങനെ 10 മക്കളുടെ പേരെഴുതിയ സ്ലിപ്പ് കൊടുത്തു. എല്ലാ മക്കളും പൂജാരിയുടെ കയ്യിലേക്കാണ്ട് കൊടുത്തു. കഅബത്തിന്റെ ഉള്ളിൽ നിന്നാണ് പരിപാടി. അബ്ദുല്ലാഹി എന്ന പേരും അങ്ങ് കൊടുത്തു. തന്ത്രി വലിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു, എല്ലാവിധ കാര്യങ്ങളും ശരിയാക്കി നറുക്കെടുത്തു. അതാ വരുന്നു അബ്ദുല്ലാഹ്. അബ്ദുല്ലാഹ് എന്ന പേര് നറുക്കിൽ വീണു. ഇസ്മായിൽ അലൈഹിസ്സലാമിന് മുമ്പ് ഇബ്രാഹിം നബി ബലി കൊടുക്കാൻ തീരുമാനിച്ച് പുറപ്പെട്ട പോലെ രണ്ടാമത്തെ ഒരു ചരിത്രം മക്കയിൽ അതേ കുടുംബത്തിൽ ആവർത്തിച്ചു. ഇത് സർവ്വ ചരിത്രകാരന്മാരും പറഞ്ഞതാ. നബിയുടെ ചരിത്രം എഴുതിയ ഒരൊറ്റ പടപ്പ് ഇത് എഴുതാതിരുന്നിട്ടില്ല. അത്രയും പ്രസിദ്ധമായ, എല്ലാ ചരിത്രത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചരിത്രമാണ്. അപ്പൊ കുറച്ചെങ്കിലും അത് പറയാതിരുന്നാലും മോശമല്ലേ. അങ്ങനെ അറുക്കാൻ കൊണ്ടുപോയി. അബ്ദുല്ലാഹി എന്ന മകനെ കൈപിടിച്ചു. സത്യം പറഞ്ഞാലോ, അബ്ദുൽ മുത്തലിബിന് ഇത്രയും പ്രിയപ്പെട്ട, അബ്ദുൽ മുത്തലിബിന്റെ മക്കളുടെ കൂട്ടത്തിൽ ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും ശാലീനതയുള്ള, ഇത്രയും സൗകുമാര്യമുള്ള, ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി വേറില്ല. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അർക്കാക്കാൻ പറ്റുമോ? ഇസ്മായിൽ നബി അറുത്തതുപോലെ അർക്കാൻ കൊണ്ടുപോയതുപോലെ കൊണ്ടുപോകണ്ടേ? അങ്ങനെ കൊണ്ടുപോയി എന്നാ ചരിത്രം. കൊണ്ടുപോയി അറുക്കാൻ കിടത്തി അബ്ദുള്ളയെ. അറുക്കാൻ കിടത്തിയതിൽ ബാക്കി മക്കളൊക്കെ കരയാൻ തുടങ്ങി. ജ്യേഷ്ഠന്മാർ വല്ലാത്ത കരച്ചിൽ. അതിനിടയിൽ മൂത്ത മകൻ
അൽ ഹാരിസ് ബാപ്പ കത്തി ശരിയാക്കുന്നതിനിടക്ക് അബ്ദുള്ളന്റെ കാല് പിടിച്ച് അബ്ദുൽ മുത്തലിബിന്റെ 2 കാലിന്റെ ഇടയിലൂടെ ഒരൊറ്റ വലിയ അങ്ങനെ പതുക്കെ തടിയെടുത്ത് ഒഴിവാക്കി. അക്കാരണത്താൽ ആ വലിയുടെ സമയത്ത് അബ്ദുള്ളയുടെ മുഖത്ത് ഒരു മുറിവ് വീണിരുന്നു എന്നും വലുതാകുന്നത് വരെ ആ മുറിപ്പാട് അബ്ദുള്ളയുടെ മുഖത്തുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അറക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല ഉപ്പ, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. മക്കളാകെ കരയാൻ തുടങ്ങി. അതോടുകൂടി ഖുറൈശികളൊക്കെ വന്ന് ഒരുമിച്ചുകൂടി. അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു മകനെ ബലി കൊടുത്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു ആചാരം തുടങ്ങിയാൽ ഇനി സർവ്വ ഖുറൈശികളും ഇത് തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ അറുക്കാൻ പാടില്ല, ഇതിന് വല്ല പ്രായശ്ചിത്തവും ചെയ്യണം. നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അദ്ദേഹം പറഞ്ഞു, ചെയ്യില്ല, എനിക്ക് അള്ളാഹു മറ്റൊരു തീരുമാനം ചെയ്യുന്നവരെ എനിക്ക് അറുക്കാതിരിക്കാൻ പറ്റൂല. ഇബ്രാഹിമിന്റെ മാതൃക ഞാൻ പാലിക്കും, ഞാൻ ഇബ്രാഹിമിന്റെ സംസ്കാരം ശീലിച്ചവനാണ്. അവസാനം ആളുകൾ മദ്യം പറഞ്ഞിട്ട് പറഞ്ഞു, അപ്പുറത്ത് മദീനയ്ക്കും അപ്പുറത്ത് ഒരു വലിയ പുരോഹിതൻ, ഒരു തന്ത്രിയുണ്ട്, ഒരു വലിയ പണ്ഡിതൻ. എന്ത് പേര് പറയണം? റാഹിബല്ല, ജൂത ക്രൈസ്തവ പണ്ഡിതനല്ല, നക്ഷത്ര വിജ്ഞാനത്തിൽ അഗ്രഗണ്യനായ ഒരു വലിയ പണ്ഡിതനുണ്ട്. അവിടെ പോയി നമുക്ക് പരിഹാരം ചോദിക്കാം. എന്താ അപ്പൊ ഇതിന്റെ അർത്ഥം? 500 കിലോമീറ്റർ ദൂരമുണ്ട് മക്കത്ത് നിന്ന് മദീനത്തേക്ക്. അവിടെ പോയിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം തേടാൻ ഖുറൈശികൾ തയ്യാറായി. അപ്പൊ ഇത് കാര്യത്തിലാണ്, ഇത് പ്രസംഗിക്കാൻ മാത്രമുള്ള വിഷയമൊന്നുമല്ല, ഇത് കാര്യത്തിലാണ് സംഭവം. അബ്ദുൽ മുത്തലിബും ഖുറൈശി പ്രമുഖന്മാരും തന്റെ പ്രധാനപ്പെട്ട മക്കളെയും കൂട്ടി പോയി മദീനയിലേക്ക്. മദീനയെന്ന് കേട്ടു ആ മഹാപണ്ഡിതൻ ഖൈബറിലാണുള്ളത്. ഖൈബറിൽ ചെന്നു. ഖൈബറിലെ ആ പണ്ഡിതനോട് അവതരിപ്പിച്ചു, ഞങ്ങളുടെ നാട്ടിലെ രാജാവാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ ഒരു മകനെ നേർച്ച ബലി കൊടുക്കുമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്. എന്തു ചെയ്യണം? ഇപ്പോൾ നേർച്ചയ്ക്ക് വേണ്ടി നറുക്കിട്ടപ്പോൾ അബ്ദുള്ള എന്ന ഈ ഏറ്റവും പ്രിയപ്പെട്ട മകന്റെ പേര് വന്നിരിക്കുന്നു. ഞങ്ങളതിന് അനുവദിക്കൂല. അങ്ങനെ എങ്ങാനും ഒരു ചരിത്രം, ഒരാചാരം അബ്ദുൽ മുത്തലിബ് കുടുങ്ങിയാൽ ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾ അത് ആചരിക്കേണ്ടി വരും. ഇതിന് നിങ്ങളൊരു പരിഹാരം തരണം. ആ ജ്യോതിഷ വലിയ പണ്ഡിതൻ കുറെ ആലോചിച്ചു. വലിയ കിതാബൊക്കെ എടുത്തു വെച്ച് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, ശരി, അതിനൊരു പരിഹാരമുണ്ട്. അദ്ദേഹം ഒരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്താൽ എന്താണ്? നിങ്ങൾ തിരിച്ചു പോവുക, നിങ്ങളുടെ മക്കളുടെ 10 ആളുടെയും പേര് നറുക്കിന് കൊടുക്കുന്ന കൂട്ടത്തിൽ 10 ഒട്ടകത്തിന്റെ പേരും കൊടുക്കുക. 10 ഒട്ടകത്തിന്റെ പേരും കൊടുക്കുക. ഒട്ടകം 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 അങ്ങനെ 10 നറുക്ക്, 10 മക്കളെ പേരും. അത്യാവശ്യം നല്ല പരിപാടിയാണ്. ഐഡിയ ഒന്നും തിരക്കടില്ല. ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ സംഗതി ആകെ കുഴപ്പമാവൂ. ഇപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ ഒരു വിഷമം പോലെ തോന്നുകയല്ലേ? അതുകൊണ്ട് ഒട്ടകത്തിന്റെ പേരാണ് കിട്ടുന്നതെങ്കിൽ ഒട്ടകത്തെ അറുക്കുക. മകന്റെ പേരാണ് ഇനിയും കിട്ടുന്നതെങ്കിൽ ആ മകന് പകരം പിന്നെയും 10 ഒട്ടകത്തെ വർദ്ധിപ്പിച്ചു നോക്കുക. ഇനിയും ഒട്ടകത്തിന്റെ പേര് കിട്ടിയ ഒട്ടകത്തെ അറുക്കുക, മകന്റെ പേര് കിട്ടിയ പിന്നെയും ഒട്ടകത്തിന്റെ പേര് വർദ്ധിപ്പിക്കുക. എങ്ങനെയെങ്കിലും ബലിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നല്ല ഒരു ആശയം ആ ഖൈബറിലുള്ള മതപണ്ഡിതൻ, ആ കാലഘട്ടത്തിലെ ജ്ഞാനി പറഞ്ഞു കൊടുത്തു. മക്കയിൽ തിരിച്ചെത്തി. 10 ഒട്ടകം 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 10 ഒട്ടകത്തിന്റെ സ്ലിപ്പും 10 മക്കളെ സ്ലിപ്പും. വീണ്ടും കാബയിൽ കയറി ചെന്നു. കാബയ്ക്കകത്തുള്ള പൂജാരിയോട് പറഞ്ഞു, ഇതാ ഇങ്ങനെയാണ് പരിഹാരം. ആരുടെ നറുക്കാണ് വരുന്നത് എങ്കിൽ അത് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് നറുക്ക് തെറിപ്പിക്കലാണത്രേ. തെറിപ്പിക്കുമ്പോ ഏതാണോ പുറത്തേക്ക് തെറിക്കുന്നത് അതാണ് നറുക്കിൽ കുടുങ്ങുക. സുബ്ഹാനല്ലാഹ്, 20 നറുക്കുണ്ടായി. ആദ്യം അതാ പുറത്തേക്ക് ചാടി വരുന്നു അബ്ദുല്ലാഹി. യാതൊരു മാർഗവുമില്ല, അറുക്കണം. അപ്പോഴേക്ക് ഖുറൈശികൾ പറഞ്ഞു പറ്റൂല. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇനി ഒട്ടകത്തെ വർദ്ധിപ്പിക്കുക. 10 ഒട്ടകത്തെയും കൂടി വർദ്ധിപ്പിച്ചു. അപ്പൊ 20 ഒട്ടകം 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 എന്ന നറുക്ക് 10 മക്കളെ പേരും. പിന്നെയും അടിച്ചു. വീണ്ടും വരുന്നു അബ്ദുള്ള. 30 ആക്കി. വീണ്ടും വരുന്നു അബ്ദുള്ള. 40 50 60 70 80 എപ്പോഴും വരുന്നു അബ്ദുള്ള. എന്തൊരു ആശ്ചര്യം! അവസാനം 100 ഒട്ടകം 10 മക്കളെ പേരും. അങ്ങനെ 100 സ്ലിപ്പിലുള്ളത് ഒട്ടകം 10 മക്കളെ പേരും. അത് വെച്ചങ്ങ് ചാമ്പി. ഉരുത്തമെന്ന് പറയാം, നിയോഗമെന്ന് പറയാം, അത്ഭുതകരമെന്ന് പറയാം. അന്നപ്പോഴും 100 ഒട്ടകം തികഞ്ഞപ്പോഴാണ് ഒട്ടകം രക്ഷപ്പെട്ടു പോയി. പഴുത് മാത്രല്ല, ഇതിങ്ങനെ നടക്കണം സംഭവം. ഇതൊക്കെ ഒരു വലിയ തീർച്ചയാണ്. ഇതൊക്കെ വലിയൊരു സംഗതിയിലേക്കുള്ള പോക്കാണ്. ഒട്ടകത്തിന് പേര് വന്നു. അപ്പോഴേക്ക് ഖുറൈശികൾ സന്തോഷിച്ചു. 10 മക്കളും സന്തോഷിച്ചു. ഞങ്ങളുടെ വാപ്പയും രക്ഷപ്പെട്ടു, ഞങ്ങളും രക്ഷപ്പെട്ടു. പക്ഷെ അബ്ദുൽ മുത്തലിബ് മാന്യനാ. കിട്ടിയ ചാൻസിൽ വേഗം മസാല കിട്ടിയതായി ഇപ്പൊ തന്നെ തലാക്ക് ചൂട്ടാക്കിക്കോ എന്ന കച്ചവടമില്ല. ഉടനെ തന്നെ പറഞ്ഞു, നമുക്ക് ഒന്നുകൂടി നോക്കണം. എനിക്ക് വിശ്വാസമായിട്ടില്ല. വീണ്ടും 3 പ്രാവശ്യം ആവർത്തിച്ചു നോക്കി. വീണ്ടും ഒട്ടകത്തിന്റെ പേര് കിട്ടി നറുക്ക്. അങ്ങനെ ഒട്ടകത്തെ അറുക്കാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ശരീഅത്തുമായി വന്നതിന് ശേഷം മുസ്ലിം ലോകത്തോട് പഠിപ്പിച്ചു, ഒരു മനുഷ്യന് പകരം പ്രായശ്ചിത്തം 100 ഒട്ടകം എന്ന നിയമം ഉണ്ടാക്കിയത് അബ്ദുൽ മുത്തലിബാണ്. പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ താവഴിക്കാർ ഒരു മനുഷ്യനെ അക്രമപരമായി കൊന്നാൽ 100 ഒട്ടകത്തെ പകരം കൊടുക്കണമെന്ന നിയമം അംഗീകരിച്ചു. ജാഹിലിയ കാലത്ത് ഇസ്ലാം അത് ശരിവെച്ചു. ഇസ്ലാമിലെ ഇപ്പോഴും നിയമം അങ്ങനെയാണ്. ഒരു മനുഷ്യനെ കൊന്നതിന് 100 ഒട്ടകം പ്രായശ്ചിത്തം കൊടുക്കണം. അത് അബ്ദുൽ മുത്തലിബ് അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ വീണ്ടും 100 ഒട്ടകത്തെ അറുക്കുക വഴി അബ്ദുല്ലാഹി എന്ന് പറയുന്ന ബലിപുത്രനെ ബലിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. 2 സംഭവമായി. ഇസ്മായിലിനെ നേരത്തെ ഇങ്ങനെ രക്ഷപ്പെടുത്തിയെടുത്തതാണ് അല്ലാഹു തആല. ഇപ്പോൾ അബ്ദുല്ലാഹിയെയും രക്ഷപ്പെടുത്തിയെടുത്തു. രക്ഷപ്പെടുത്തിയെടുക്കണം. ഇസ്മായിലിന്റെ മുതുകിലുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്തേക്ക് വരണമെങ്കിൽ, അബ്ദുല്ലാഹിയുടെ മുതുകിലുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്തേക്ക് വരണമെങ്കിൽ അവർ ബലിയറുക്കപ്പെടാതെ അവർ രക്ഷപ്പെടണം. വഫദൈനാഹു ബിദ്ബിഹിൻ അളീം. റസൂലുള്ളാഹി തങ്ങളതാ പറയുന്നു, അനബ്നുൽ ദബീഹൈൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് വെറും ചരിത്രമല്ല, റസൂലുള്ളാഹി പഠിപ്പിച്ചതായത്. ഞാൻ 2 ബലിപുരുഷന്മാരുടെ മകനാണ്, 2 ബലി കഥാപാത്രങ്ങളുടെ മകനാണ് ഞാൻ. അപ്പോൾ അടുത്തുണ്ടായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരൊക്കെയാണത്? അതേ ഇസ്മായിൽ വഅബ്ദുല്ലാഹി, 2 ആളെയും ബലി കൊടുക്കാൻ കണക്കാക്കി വെച്ചെടുത്തുനിന്ന് അല്ലാഹു തആല തട്ടിത്തിരിച്ച് എന്നെ കൊണ്ടുവന്നു. എന്നാൽ കേട്ടോ, പിൽക്കാലത്തൊരു സംഭവം നടന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഫിദാഉദ് ദബീഹൈൻ സയ്യിദുനൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല രണാങ്കണത്തിൽ യസീദിന്റെ ക്രൂരകരങ്ങളാൽ ഇസ്മായിലിന്റെ പൊന്നോമന മകൻ അബ്ദുല്ലാഹിയുടെ പ്രിയപ്പെട്ട പൗത്രൻ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പേരമകൻ സയ്യിദുനൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിഷ്ഠൂരമായി ഭരിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. ഹുവ ഫിദാഉദ് ദബീഹൈൻ. ഇസ്മായിൽ നബിയെ അറുക്കുന്നതിന് പകരം തൽക്കാലം വന്നത് ഒരാടിനെ അറുത്തു. അബ്ദുല്ലാഹി അറുക്കുന്നതിന് പകരം തൽക്കാലം 100 ഒട്ടകത്തെ അറുത്തു. അതിന്റെ ബലി സാക്ഷാത്കാരമായിരിക്കാം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അറുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ രക്തം കർബലയിൽ ചിന്തി. അതേതുമാകട്ടെ, ഫിദാ, ഏറ്റവും വലിയ ഫിദാ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം കൊടുക്കേണ്ടി വന്നു. കാലഘട്ടത്തിന്റെ പഴക്കം എത്ര ഉണ്ടെങ്കിലും ചരിത്രത്തിന് ഇങ്ങനെയൊക്കെ ചില ബന്ധങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ അബ്ദുല്ലാഹി രക്ഷപ്പെട്ടു. അബ്ദുല്ലാഹി വളർന്നു വലുതായി. അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവങ്ങൾ വളരെ കൂടുതൽ പറയാനുണ്ട്. സൗകുമാര്യതയുള്ള, നല്ല ലക്ഷണമുള്ള, ഒരിക്കൽ പോലും കള്ളു കുടിച്ചിട്ടില്ല, വിഗ്രഹാരാധനയ്ക്ക് ഒട്ടും താല്പര്യമില്ല, ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. മാന്യനായി വളർന്നു വലുതായി. ചെറുപ്പത്തിൽ തന്നെ കച്ചവട യാത്രയിലൊക്കെ അങ്ങുമിങ്ങും പോയിട്ടുണ്ട്. 25-ാമത്തെ വയസ്സിലാണ് ആമിന ബീവിയെ വിവാഹം ചെയ്തത് എന്ന ചരിത്രത്തിനാണ് മുൻതൂക്കം. 18, 19 എന്നൊക്കെ പറയുന്ന ചരിത്രത്തിന് കൂടുതൽ പിൻബലം കാണുന്നില്ല. 24-ാമത്തെ വയസ്സിലാണ് വിവാഹം. 25-ാമത്തെ വയസ്സിലാണ് കുഞ്ഞു മകൻ ജനിക്കുന്നത്. അബ്ദുല്ലാഹി, ബുദ്ധിയുള്ളവർക്ക് അബ്ദുള്ളയുടെ മുഖത്ത് അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇബ്നു സഅദ് തബറാനി, ഹാക്കിം, ഇബ്നു ഹിഷാം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും ചരിത്രമുണ്ട്. അബ്ദുൽ മുത്തലിബിനെ കണ്ടു. അബ്ദുൽ മുത്തലിബിന്റെ മുഖത്തേക്ക് നോക്കി മദീനയിൽ, യമനിൽ നിന്ന് വന്ന ഒരു പുരോഹിതൻ അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, ഏതാണ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ മുഖത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അബ്ദുൽ മുത്തലിബിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടാ പറയണത്, നിങ്ങളുടെ മുഖത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നിങ്ങൾ ആരാണ്? ഞാൻ ഖുറൈശിയാണ്. ഖുറൈശി ഏത് കുടുംബമാണ്? മിൻ ബനി ഹാഷിം. ഉടനെ പറഞ്ഞു, അത്തഅ്ദനു ലീ അൻ അൻദുറ ഇലാ ബാദിക്, നിങ്ങളുടെ ഷർട്ട് അഴിച്ചിട്ട് നിങ്ങളുടെ പുറത്തൊന്ന് നോക്കാൻ എനിക്ക് സമ്മതം തരുമോ? പുരോഹിതൻ പറയുകയാണ് അബ്ദുൽ മുത്തലിബിനോട്, നിങ്ങളുടെ പുറത്ത് ചുമലിൽ ഒന്ന് നോക്കാൻ എനിക്ക് അനുവാദം തരണം. അങ്ങനെ ആ പുരോഹിതനോട് പറഞ്ഞു, മാലം യക്കുൻ ഔറ, ഔറത്തല്ലാത്ത ഭാഗം നോക്കുന്നതിന് വിരോധമൊന്നുമില്ല, എന്താ എന്നെങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടത്തിന് പരിപാടി? അബ്ദുൽ മുത്തലിബിന്റെ ശരീരത്തിൽ പതുക്കെ തോളത്ത് കക്ഷത്തിന്റെ മുകളിൽ ആ യഹൂദി പുരോഹിതൻ നോക്കിയിട്ട് പറഞ്ഞു, ശരി, നിങ്ങൾക്ക് വലിയ ഒരു ലക്ഷണം കാണുന്നുണ്ട്. അബ്ദുൽ മുത്തലിബിനോടാണ് പറയുന്നത്, നിങ്ങൾക്ക് വലിയൊരു ലക്ഷണം കാണുന്നുണ്ട്. ഇത് സാധാരണയാണല്ലോ. അശ്ഹദു അന്ന ഫീ ഇഹ്ദാ യദൈക മുൽക്കൻ വഫിൽ ഉഖ്റാ നുബുവ്വ. നിങ്ങൾക്ക് ഒരു ഭാഗത്ത് രാജാധികാരത്തിന്റെ ലക്ഷണമുണ്ട്, ഒരു ഭാഗത്ത് പ്രവാചകത്വ ദൗത്യത്തിന്റെ ലക്ഷണമുണ്ട്. നിങ്ങളുടെ താവഴിയിൽ അങ്ങനെ ഒരു പ്രവാചകത്വം ജനിക്കും. വഇന്നാ നജിദു ദാലിക ഫീ ബനി സുഹ്റ. ബനി സുഹ്റയുടെ പരമ്പരയിലും ഇതുപോലെ ഞങ്ങൾ ലക്ഷണം കണ്ടിട്ടുണ്ട്.
അബ്ദുൽ മുത്തലിബിന്റെ മുഖത്ത് ലക്ഷണം കണ്ടിട്ടുണ്ട്. ബനീ സുഹ്റ എന്ന് പറയുന്ന വേറൊരു കുടുംബമുണ്ട് അറേബ്യയിൽ, മക്കത്ത്. ആ കുടുംബത്തിന് ഞങ്ങൾ ഈ ലക്ഷണം കണ്ടിട്ടുണ്ട് എന്ന് മാത്രം അവിടെ പറഞ്ഞു വെച്ചു. അബ്ദുൽ മുത്തലിബ് കുറച്ചുകൂടി വളർന്നു വലുതായി. ബനൂ സുഹ്റ കുടുംബത്തിൽ നിന്ന് ഇതാണ് പോകുന്ന ഹോക്ക്. ബനൂ സുഹ്റയിലും ഇതേ പാരമ്പര്യമുണ്ട്, അബ്ദുൽ മുത്തലിബിനും പാരമ്പര്യമുണ്ട്. ബനൂ സുഹ്റ പാരമ്പര്യത്തിൽ അത്ഹറു ഫതാത്തിൻ ഫിൽ അറബ്, അറേബ്യയിലെ ഏറ്റവും പതിവ്രതയായ ഏറ്റവും നിഷ്കളങ്കയായ പെൺകുട്ടി ബീവി ആമിന റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹി തങ്ങൾക്ക് ജന്മം നൽകിയ ആ പ്രിയപ്പെട്ട മാതാവ് ബീവി ആമിന. അതാണ് ബനൂ സുഹ്റയിൽ നിന്നുള്ള നുബുവ്വത്തിന്റെ ആ ചാലക ശക്തി, അതിനെ മാറ്റിക്കൊണ്ടുവരാനുള്ള പ്രേരക ഘടകം. സംഭവിച്ചത് കുറെ കൂടുതൽ പറയാനുണ്ട്, വളരെ ചുരുക്കി പറയട്ടെ. അബ്ദുല്ലാഹി വളർന്നു വലുതായി, വിവാഹ പ്രായത്തോളം എത്തി. ആ കാലഘട്ടത്തിൽ നടന്ന ചില സംഭവങ്ങൾ നോക്ക്. ഇമാം ബൈഹഖി, അബൂ നുഐം, എല്ലാ മഹാന്മാരും ഉദ്ധരിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള ഏകദേശം 10-22 വയസ്സായപ്പോഴേക്ക് മക്കയിൽ അവിടെയും ഇവിടെയും ഒക്കെ കാണുന്ന പെൺകൊടിമാർ വേദമറിയുന്ന, തത്വമറിയുന്ന, ഉൾപ്പൊരുളറിയുന്ന പെണ്ണുങ്ങൾ അബ്ദുള്ളയുടെ മുഖത്തേക്ക് നോക്കും. എന്തോ ഒരു വെളിച്ചം അബ്ദുള്ളയുടെ മുഖത്തിന്. സാധാരണ യുവാക്കളുടെ വെളിച്ചമല്ല, അഭൗമികമായ ഒരു പ്രഭ. ആ പ്രഭ കണ്ടു എന്ന് മാത്രമല്ല, വ്യക്തമായതാ ചരിത്രത്തിൽ കാണുന്നു. അബ്ദുല്ലാഹിയുടെ മുഖത്ത് മറ്റാരുടെയും മുഖത്ത് കാണാത്ത, എന്തെന്നില്ലാത്ത ഒരു അഭൗമിക പ്രകാശം തളം കെട്ടി നിന്നിരുന്നു. ഒരു ദിവസം ഖുറൈശി പെണ്ണുങ്ങൾ കുറെയൊക്കെ ഉള്ള സ്ഥലത്തൂടെ അബ്ദുല്ലാഹി എന്ന യുവാവ് നടന്നു പോവുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട പെണ്ണൊരുത്തി പെട്ടെന്ന് പറഞ്ഞു, അയ്യത്തുകുന്ന തതസവ്വജു ബിഹാദൽ ഫതാ, ഈ ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടിയാൽ ആർക്കാണ് കിട്ടുക? ആ ചെറുപ്പക്കാരന്റെ മുഖത്തിന് എന്തെന്നില്ലാത്ത ഒരു വെളിച്ചം കാണുന്നുണ്ട്. ഫഇന്നി അറാ ബൈന ഐനൈഹി നൂറൻ. അബ്ദുള്ളയുടെ മുഖത്ത് നോക്കി മക്കായിലെ വേദ വിവരമുള്ള പഴയകാല ജ്ഞാനമുള്ള പെണ്ണുങ്ങൾ പറഞ്ഞു എന്നാ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് കേൾക്കുന്നു. റസൂലുള്ളാഹിക്ക് നുബുവത്തിന്റെ ശേഷം മഹത്വം ഉണ്ടായതൊന്നുമല്ല. റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ മുഖത്തെന്തോ ഒരു അഭൗമ പ്രകാശമുണ്ട്, ആർക്കാണ് ഈ ചെറുപ്പക്കാരനെ ഭർത്താവായി ലഭിക്കുക എന്ന് ആ കാലത്തെ മക്കയിലെ പെൺകൊടിമാർ പൂതി വെച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇനിയും കാണുക, അബ്ദുൽ മുത്തലിബ് തന്റെ മകനെയുമായി നടക്കുകയാണ്. ഒരു വിവാഹത്തിലേക്ക് എത്തിക്കണം. മനസ്സിന്റെ ഉള്ളിൽ ഒരു ഓർമ്മയുണ്ട്, ബനൂ സുഹ്റത്തിന്റെ കുടുംബത്തിലാണ് എന്റെ മകന് പറ്റുന്ന ഭാര്യ ഉള്ളത് എന്ന് പണ്ടെന്നോ ഒരു പുരോഹിതൻ പറഞ്ഞ ഓർമ്മ അബ്ദുൽ മുത്തലിബിനുണ്ട്. അനുയോജ്യമായ കുടുംബത്തിൽ ഒരു പെൺകൊടിയെ കിട്ടണമെന്ന് കരുതി വിവാഹാന്വേഷണവുമായി നടക്കുകയാണ്. ആ സമയത്തതാ വേദ പരിജ്ഞാനമുള്ള ഒരു പണ്ഡിത ഫാത്തിമ ബിൻത് മുറൽ ഖുസ്അമിയ്യ എന്ന പെണ്ണ് അബ്ദുല്ലാഹിയെ കാണുന്നു. അബ്ദുല്ലാഹിയെ പതുക്കെ വിളിച്ചു. ആ കാലഘട്ടത്തിലെ സംസ്കാര സ്വഭാവം അനുസരിച്ച് ഒരു ഫാത്തിമ എന്ന പെണ്ണിനെ അബ്ദുള്ളയോട് സംസാരിക്കുന്നതിന് വിരോധമില്ല. ഫാത്തിമ പറഞ്ഞു, പതുക്കെ വന്നുകൊണ്ട് പറഞ്ഞു, യാ ഫത്താ ഹൽ ലക അൻ തഖഅ അലയ്യൽ ആൻ വഉതീക മിഅതൻ മിനൽ ഇബിൽ. നമുക്ക് സന്ധിക്കാവോ, നമുക്ക് ബന്ധപ്പെടാവോ, ഞാൻ എന്തും നിങ്ങൾക്ക് സമർപ്പിക്കാം, 100 ഒട്ടകത്തെ സമ്മാനിക്കാം, നിങ്ങൾ എന്നെ ഒന്ന് വേഴ്ച നടത്തുമോ, ബന്ധപ്പെടാവോ എന്ന രൂപത്തിൽ ഫാത്തിമ എന്ന അക്കാലത്തെ വേദ പണ്ഡിതയായ ഒരു പെണ്ണ് അബ്ദുല്ലാഹിയെ പ്രേമിക്കുന്നു, അബ്ദുല്ലാഹിയോട് സംസാരിക്കുന്നു. ഉടനെ തന്നെ ശുദ്ധഗതിക്കാരനായ നിഷ്കളങ്കനായ അബ്ദുല്ലാഹി പ്രതികരിച്ചു, അമ്മൽ ഹറാം ഫല, നിഷിദ്ധമായ ഒരു ബന്ധത്തിനാണോ എന്നോട് പറയുന്നത്? നോ, ഞാനതിന് വരില്ല, ഞാനതിന്റെ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി അവിടെ ആലപിച്ചു, അമ്മൽ ഹറാമു ഫൽമമാതു ദൂനഹു വൽഹില്ലലാഹില്ല ഫഅസ്താബീനഹു ഫകൈഫ ബില്ലംദില്ലദീ തബ്ഗീനഹു യഹ്മിൽ കരീമു വഹു വദീനഹു. സംസ്കാരവും മാന്യതയുമുള്ള പുരുഷന്മാർ വേണ്ടാത്തരത്തിന് മെനക്കെടുകയില്ല. ഹലാലായ ഒരു മാർഗത്തിനെ കാത്തിരിക്കുന്ന എന്നോട് അത്തരം കാര്യങ്ങൾ ആരും എന്നോട് പറയണ്ട എന്നും പറഞ്ഞ് അബ്ദുല്ലാഹി പോയി അബ്ദുൽ മുത്തലിബിന്റെ കൂടെ. അങ്ങനെ വിവാഹാന്വേഷണം പല ഭാഗത്തും നടക്കുന്നു. നടന്നെത്തി അത്ഹറു ഫതാത്തിൻ ഫിൽ അറബ്, സുന്ദരിയായ ശാരീരവതിയായ ആ 18കാരി ബീവി ആമിന ബിൻത് വഹബ്
വഹബിന്റെ പ്രിയപ്പെട്ട പുത്രി ആമിന കണ്ടെത്തി. വിവാഹം നടന്നു. ചുരുക്കി പറഞ്ഞാൽ മതിയല്ലോ ആ ഭാഗം. 3 ദിവസം തുടർച്ചയായി അബ്ദുല്ലാഹി അവിടെ താമസിച്ചു. ദാമ്പത്യത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ആമിനയോടൊത്ത് താമസിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ വലിയ ആഘോഷമായിരുന്നു. തന്റെ മകൻ അബ്ദുല്ലാക്കുള്ള കല്യാണം വളരെ മംഗളമായി നടന്നു. അനുയോജ്യയായ വധുവിനെ ലഭിച്ചിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷം. ആമിന ബീവിയുടെ പരമ്പരയും നേരിട്ട് ഇസ്മായിലിലേക്കാണ് എത്തിച്ചേരുന്നത്. ആമിന ബീവിയുടെ കുടുംബത്തിലെ കിലാബിലെത്തും. അതുപോലെ അബ്ദുല്ലാഹിയുടെ ബാപ്പമാരുടെ പേരും കിലാബിലെത്തും. കിലാബ് മുതൽക്ക് അദ്നാൻ പരമ്പര നേരെ ഇസ്മായിൽ വഴി ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്ക് എത്തിച്ചേരും. അപ്പൊ രണ്ടും ഖുറൈശാണ്, രണ്ടും ഇബ്രാഹിമിയ താവഴിയാണ്. ബാപ്പയും ഉമ്മയും ഒരേ പരമ്പരയിൽ നിന്നാണ്. അങ്ങനെ ആ ദാമ്പത്യ ബന്ധം നടന്നു. അബ്ദുല്ലാഹിയും ആമിന ബിന്തു വഹബും ദമ്പതികളായി അംഗീകൃതമായി ആ കാലഘട്ടത്തിൽ അംഗീകരിക്കുന്ന വിവാഹത്തിന്റെ മൂല്യങ്ങളോടുകൂടി കല്യാണം നടന്നു. അവർ തമ്മിലുള്ള വേഴ്ചയും ബന്ധവും കഴിഞ്ഞു. പിന്നീട് ഒരു ദിവസം ഇതേ അബ്ദുല്ലാഹി നേരത്തെ വന്ന വഴിക്ക് വരുമ്പോൾ അതേ ഫാത്തിമ, നേരത്തെ വിവാഹാന്വേഷണത്തിനോ മറ്റോ ആവശ്യപ്പെട്ട ഫാത്തിമ കാണുന്നു. അബ്ദുല്ലാഹി ലോഹ്യം പറയുന്നു. സാധാരണഗതിയിൽ സംസാരിച്ചു. എന്താ ഇപ്പോഴൊന്നും പറയാത്തത്? മാലക്കി അതാരിളീന അലയ്യ മാ അറൽതി അലയ്യ ബിൽ അംസ്. മുൻപ് പറഞ്ഞത് എന്താ ഇപ്പോഴൊന്നും പറയാത്തത്? ഇപ്പൊ എനിക്ക് വല്ല കുറവുമുണ്ടോ എന്ന രൂപത്തിൽ അബ്ദുല്ലാഹി വെറുതെ ചോദിച്ചതാണ്. ഉടനെ തന്നെ ആ ഫാത്തിമ പറഞ്ഞു, എന്നെ നിങ്ങൾ തെറ്റുധരിക്കരുത്. ഞാൻ ഒരിക്കലും വേണ്ടാത്തരം ചിന്തിക്കുന്ന പെണ്ണല്ല. ഞാൻ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോയിട്ടുമില്ല. ലഖദ് കുൻതു റഅയ്തു ബൈന ഐനൈക നൂറൻ മാ അറാഹുൽ ആന ഫമാ സനഅത ബഅദി. ഞാനൊരു വേശ്യയല്ല, അങ്ങനെ ഒരു അനധികൃതമായ ബന്ധത്തിന് കൊതിക്കുന്ന പെണ്ണുമല്ല. പക്ഷേ നിങ്ങളുടെ മുഖത്ത് അഭൗമികമായ ഒരു പ്രഭ നിങ്ങളുടെ 2 കണ്ണിന്റെ ഇടയിൽ ഞാൻ കണ്ടിരുന്നു. അന്ന് നിങ്ങൾക്ക് എന്തോ ഒരു വെളിച്ചം ഞാൻ കണ്ടിരുന്നു. അത് ഇന്ന് കാണുന്നില്ലല്ലോ. എന്താ പിന്നെ സംഭവിച്ചത്? നിങ്ങൾ വിവാഹം ചെയ്യുകയോ മറ്റോ എന്തെങ്കിലും സംഭവിച്ചോ? അബ്ദുല്ലാഹി പറഞ്ഞു, ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. ബിന്തു വഹബ്, വഹബിന്റെ മകൾ ആമിനയുമായി കല്യാണം കഴിഞ്ഞു. ദാമ്പത്യ ബന്ധം തുടർന്നു. സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവിതം നീങ്ങുന്നു. ഫാത്തിമ എന്ന പണ്ഡിത ഉടനെ തന്നെ പറഞ്ഞു, വല്ലാഹി മാ അന ബിസാഹിബത്തി റീബ വലാകിൻ റഅയ്തു ഫീ വജ്ഹിക നൂറൻ. ആ വെളിച്ചം അന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ അന്ന് നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത്. ഞാൻ ഒരിക്കലും വേണ്ടാത്തരം ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. അതുകൊണ്ട് നിങ്ങൾ വിവാഹം ചെയ്തെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ ആ നുബുവ്വത്തിന്റെ പ്രസരണം കൊടുക്കേണ്ടിടത്തേക്ക് കൈമാറാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. ഭൂവാസികളിലെ അത്യുത്തമ ശ്രേഷ്ഠരായ ഒരു കുഞ്ഞിന് നിങ്ങളുടെ ഭാര്യ ജന്മം കൊടുക്കും. അതിന്റെ ലക്ഷണമാണ് നിങ്ങളിൽ ഞങ്ങൾ നേരത്തെ കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഒരു ചെറുപ്പക്കാരി അബ്ദുല്ലാഹിയോട് സംസാരിച്ചത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇമാം ബൈഹഖി, ഹാഫിദ് അബൂ നുഐം, ഇബ്നു സഅദ്, ഇബ്നു അസാക്കിർ, ഇമാം ഖറായിത്തി തുടങ്ങിയ എല്ലാ ചരിത്രകാരന്മാരും ഈ ഹദീസ് ഉദ്ധരിച്ചത് കാണാം. ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ. ആ ദാമ്പത്യ ബന്ധം കഴിഞ്ഞു. ഞാൻ കൂടുതൽ പറയുന്നില്ല. മഹാനായ റസൂലുള്ളാഹി തങ്ങൾക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട പിതാവ് അബ്ദുല്ലാഹി. സ്വാഭാവികമായും ഇവിടെ ഒരു ചർച്ച ആവശ്യമാണ്. ഞാൻ ആ ചർച്ചയിലേക്ക് മുതലാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. റസൂലുള്ളാഹി തങ്ങളുടെ മാതാപിതാക്കൾ ഇസ്ലാമിന്റെ ഉപ്പുവത്തിന്റെ മുൻപ് വഫാത്തായി പോയിട്ടുണ്ടല്ലോ. എന്നിരിക്കെ അവര് സ്വർഗപ്രാപ്തരാണോ മോക്ഷത്തിന്റെ അഹലുകാരാണോ എന്ന ഒരു ചർച്ച തിരക്കടില്ല. സാധാരണ അബ്ദുള്ളയും സാധാരണ ആമിനയും അല്ല. അള്ളാഹുവിന്റെ റസൂലിന് ഈ ലോകത്തിലേക്ക് ഉദയം കൊടുത്ത റസൂലുള്ളാഹി ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവര് നജാത്തിന്റെ മോക്ഷത്തിന്റെ അഹ്ലുകാരാണെന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅയിലെ എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. നമുക്കതിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പേജുകളോളം എഴുതി സമർപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ അബവൈൻ മാതാപിതാക്കൾ മോക്ഷത്തിന്റെ അഹ്ലുകാരാണ്, രക്ഷയുടെ അഹ്ലുകാരാണ്. അവർക്ക് സ്നേഹത്തിന്റെ രൂപത്തിൽ തയ്യബല്ലാഹു സറാഹു എന്നോ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പേര് കേൾക്കുമ്പോൾ ആ പ്രിയപ്പെട്ട പേരും പെരുമയും നമ്മളും പ്രകടിപ്പിക്കുക. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആമിന ബീവിയുമായി വിവാഹ ബന്ധവും നടന്നു. കുറച്ചു കാലം കഴിഞ്ഞു. ആ ബന്ധമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹുവിന്റെ ഖളാ ആണ്. അള്ളാഹു വഴി നടത്തുകയാണ്. അബ്ദുല്ലാഹി ഒരു കച്ചവടത്തിലേക്ക് പോകുന്നു.
വിവാഹത്തിന്റെ അതേ വർഷം തന്നെ ബന്ധപ്പെട്ടു. ആ ബന്ധത്തിൽ അതേ വർഷം തന്നെ ഗർഭം ധരിച്ചു. ഗർഭം ധരിച്ച ആ കാലത്താണ് അബ്ദുൽ മുത്തലിബിന്റെ കൽപ്പന പ്രകാരം വിദേശത്തേക്ക് പോകുന്നത്, കച്ചവട സംഘത്തിലേക്ക് പോകുന്നത്. ആ കൊല്ലം തന്നെ പോയി എന്നതാണ് ശരി. അപ്പോഴ് ആമിന അബ്ദുള്ള ദമ്പതിമാരുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ കാലം നീണ്ടു നിന്നിട്ടില്ല. ചരിത്രത്തിന്റെ നിയോഗമാണ്. കൂടുതൽ കാലം ആവശ്യമില്ലായിരിക്കാം. സദ്ഗുണികൾ വഴിയിൽ നീണ്ടുവാഴ. മഹാകവി കുമാരനാശാൻ പറഞ്ഞത് സത്യം. സാധിച്ചു ഹേ പുഷ്പമേ നിജന്മ കൃത്യം, ഗുണികൾ ഒഴിയിൽ നീണ്ടുവാഴ. അബ്ദുല്ലാഹിക്ക് ജീവിതത്തിൽ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട്. എന്താണത്? തന്റെ പിതാമഹന്മാരിലൂടെ തനിക്ക് ലഭിച്ച ബീജം, തനിക്ക് ലഭിച്ച ജീൻ, തനിക്ക് ലഭിച്ച പാരമ്പര്യം, തനിക്ക് ലഭിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറ്, അത് നേരെ ഒരു ഉമ്മയുടെ, ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് കൈമാറാനുള്ള നിയോഗം. ആ നിയോഗം പൂർത്തിയാക്കാൻ വേണ്ടി മാത്രം ജനിച്ചതുപോലെ അബ്ദുല്ലാഹിയുടെ ചരിത്രം. അബ്ദുല്ലാഹി അതിനു മുമ്പ് വേറെ കല്യാണം കഴിച്ചിട്ടില്ല, അതിന്റെ ശേഷം വേറെ കല്യാണം കഴിച്ചിട്ടില്ല. ആമിന ബീവി റളിയല്ലാഹു അൻഹ വേറെ ഭർത്താവിനെ സ്വീകരിച്ചിട്ടില്ല, അതിന്റെ ശേഷവും സ്വീകരിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും അള്ളാഹുവിന്റെ ഖളാ നടപ്പിലാക്കുകയാണ്. വിവാഹബന്ധം നടന്ന് കുറച്ചു കാലം കഴിഞ്ഞു. അബ്ദുല്ലാഹി യാത്രയായി വിദേശത്തേക്ക്. അബ്ദുൽ മുത്തലിബിന്റെ കൂട്ടുകാരും ബന്ധപ്പെട്ടവരുമൊക്കെയുള്ള കച്ചവട സംഘത്തിൽ പോയി. ആ ഭാഗം വളരെ ചുരുക്കി പറയട്ടെ. ഷാമിലേക്ക്, ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന സ്ഥലത്ത് കച്ചവടത്തിന് പോയി. തിരിച്ചു വരുന്നത് മദീന വഴിക്ക. നോക്ക് നിങ്ങൾ, അവിടെയും എത്തിപ്പെടുന്ന ഒരു പോയിന്റ്, വളഞ്ഞു തിരിഞ്ഞ് എത്തുന്നത് മദീനയിലാണ്. അതെ, തന്റെ പ്രിയപ്പെട്ട മകൻ വിജയ തേരാളി എത്തുന്ന ഒരു പുണ്യഭൂമിയിൽ ആ ബാപ്പ കിടന്നുറങ്ങണം. ആ ബാപ്പായുടെ അന്ത്യവിശ്രമ സ്ഥാനത്ത് ഖബറിങ്ങൽ. ആ പ്രിയപ്പെട്ട വിജയ തേരാളിയായ മകൻ ആ ഖബറിലേക്ക് ചൂണ്ടി കരയുന്ന ഒരു ദിവസം വരും എന്ന് അല്ലാഹുവിനറിയാം. എന്തൊരു ചരിത്രപരമായ നിയോഗം. ഉമ്മായുടെ മരണം നമുക്ക് പറയേണ്ടി വരും 6ാമത്തെ വയസ്സിൽ. അതും അതിന് പറ്റുന്ന ഒരു രൂപത്തിലല്ലേ കാണുന്നത്. മദീനയിലെത്തിയപ്പോ വമ്പിച്ച പനി. അബ്ദുള്ളക്ക് തീരെ സുഖമില്ല. അബ്ദുള്ള പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് അങ്ങോട്ട് വരാനുള്ള സുഖമില്ല, ഞാൻ എന്റെ അമ്മാവന്മാരുടെ കൂടെ നിന്നോളാം. അബ്ദുൽ മുത്തലിബിന് മദീനയിലാണല്ലോ വേര്, അതൊന്നും പറയാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ടാ എന്ന് പറഞ്ഞ അബ്ദുല്ലാഹിയുടെ അമ്മാവന്മാര് അവിടെയാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അമ്മാവന്മാരായ ബനു അദി ഇബ്നു നജ്ജാർ ഗോത്രക്കാരുടെ കൂടെ എനിക്ക് പനിയാണ്, ഞാനിവിടെ താമസിക്കാം, എന്റെ ഭാര്യയ്ക്ക് നിങ്ങൾ ഇത് കൊടുക്കണം, എന്റെ ബാപ്പാക്ക് നിങ്ങൾ ഇത് കൊടുക്കണം എന്നേക്കുമായുള്ള ഒരു വസിയ്യത്ത് പോലെ അബ്ദുള്ള എന്ന 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ മദീനയിൽ തന്റെ അമ്മാവന്മാരുടെ വീട്ടിൽ താമസിക്കുന്നു. കച്ചവട സംഘത്തെ മക്കയിലേക്ക് തിരിച്ചയക്കുന്നു. ഗർഭിണിയായ ഭാര്യ റസൂലുള്ളാഹി തങ്ങളെ ഗർഭത്തിൽ തന്റെ അബ്ദുല്ലാഹി എന്ന പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ ഏൽപ്പിച്ച ജീവിതത്തിലെ അനശ്വരമായ നിധി വയറ്റിൽ സൂക്ഷിക്കുന്ന ആമിന തന്റെ ഭർത്താവിന്റെ വരവും കാത്തിരിക്കുകയായിരിക്കാം. പെട്ടെന്നതാ കച്ചവട സംഘം എത്തി. അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ അബ്ദുല്ലാക്ക് സുഖമില്ല, അമ്മാവന്മാരുടെ അടുത്ത് മദീനയിൽ താമസിപ്പിച്ചിരിക്കുകയാണ്, ഒരു നിലക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത കണ്ടീഷനാണ്, അമ്മാവന്മാര് നല്ലപോലെ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അവിടെയാണ് നിൽക്കുന്നത് എന്ന് സ്വയം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത്. ഈ വിവരം അബ്ദുൽ മുത്തലിബ് കേട്ടതോടുകൂടി, അവന് ഞാൻ കഴിഞ്ഞ വർഷം കല്യാണം കഴിപ്പിച്ചു. അറേബ്യയിലെ ഏറ്റവും നല്ല സുന്ദരിയായ മിടുക്കിയായ ഒരു പെൺകുട്ടി ഭാര്യയായി ലഭിച്ചു. ഇന്ന് ആ ഭാര്യ, ആ പെൺകുട്ടി ഗർഭിണിയാണ്, 2 മാസം ഗർഭം. ഈ സമയത്താണല്ലോ എന്റെ പൊന്നോമന മകൻ അള്ളാഹുവിന്റെ വിധി പ്രകാരം സുഖമില്ലാതെ കിടക്കുന്നത്. എന്തോ നിയോഗമായിരിക്കാം. അബ്ദുൽ മുത്തലിബ് എന്ന പിതാവ് ആശ്വാസം കണ്ടെത്തുകയാണ്. ചെറുപ്പത്തിൽ തന്നെ അവനെ ബലി കൊടുക്കാനുള്ള തീരുമാനം അള്ളാഹു തആല തട്ടിമാറ്റുകയായിരുന്നു. ബലിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോഴിതാ കേൾക്കുന്നു, സുഖമില്ലാതെ അങ്ങ് മദീനയിൽ കിടക്കുന്നു. ബാപ്പ ഇത് കേട്ടതോടുകൂടി തന്റെ മക്കളെ വിളിച്ചു, മക്കളെ, എന്റെ മകൻ അബ്ദുല്ലാഹി സുഖമില്ലാതെ മദീനയിലാണ്, അവരവിടെ വിട്ടേച്ച് പോന്നിരിക്കുന്നു, പറ്റൂല, നിങ്ങൾ വേഗം ഒന്ന് പോകൂ, എന്റെ മകന് സുഖമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ, സുഖമായിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങൾ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മകനായ ഹാരിസിനെയും കുറച്ചാളുകളെയും സ്നേഹവത്സലനായ അബ്ദുൽ മുത്തലിബ് എന്ന പിതാവ് അയക്കുന്നു മകനെ കൂട്ടിക്കൊണ്ടുവരാൻ. പക്ഷേ അള്ളാഹുവിന്റെ ഖളാ, ഹാരിസും തന്റെ കൂടെയുള്ള ആളുകളും മദീനയിൽ ചെന്നതോടുകൂടി അതിനിടയ്ക്ക് 1 മാസം കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട്. 2 മാസമാണ് ഗർഭം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇഹലോകത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ തനിക്ക് ഉപ്പ എന്ന് വിളിക്കാൻ ഒരു പിതാവിനെ വേണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനത്തിൽ ഹക്കീമായ അള്ളാഹുവിന്റെ 1000
ഹിക്മത്തുകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അത് വിശദീകരിക്കാൻ സമയമില്ല. ഹാരിസും സംഘവും മദീനയിൽ ചെന്നപ്പോഴാ കേൾക്കുന്നു, അബ്ദുല്ലാഹി എന്നേക്കുമായി വിട്ടുപിരിഞ്ഞുപോയി. ഇതാ ഇവിടെയാണ് ഖബർ. അവിടെയുള്ള ബനു അദി ഇബ്നു നജ്ജാർ എന്ന കുടുംബക്കാര് അമ്മാവന്മാര് താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള ദാറുൻ നാബിഗ അൽ ജാദി എന്ന പേര് അറിയപ്പെടുന്ന ഒരു കുന്നുണ്ട്. ആ കുന്നിന്റെ താഴ്വാരത്ത് അബ്ദുല്ലാഹിക്ക് 6 അടി മണ്ണൊരുക്കി അവിടെ മറവ് ചെയ്തതാണ് കാണുന്നത്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മദീനയിൽ മരണപ്പെടുന്നു. അവിടെ തന്നെ ഖബർ ഒരുക്കുന്നു. പിൽക്കാലത്ത് ഈ മകൻ തന്റെ 53ാമത്തെ വയസ്സിൽ തന്റെ സ്നേഹനിധിയായ പിതാവിന്റെ ഖബറിന്റെ പുറത്തു നിന്നുകൊണ്ട് ഹാദിഹി ഖബറു അബീ അബ്ദുല്ലാഹ്, ഇതെന്റെ പ്രിയപ്പെട്ട ഉപ്പ അബ്ദുല്ലാഹിയുടെ ഖബറാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അനുയായികളുടെ മുമ്പിൽ കണ്ണീർ പൊഴിച്ചുകൊണ്ട് തന്റെ ബാപ്പായുടെ ഖബറുകൾ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗം റസൂലുള്ളാഹി തങ്ങളുടെ ഹയാത്തിൽ വരുന്നുണ്ടല്ലോ. 6ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കയ്യും പിടിച്ച് ആ കൊച്ചുമിടുക്കൻ സയ്യിദുനാ മുഹമ്മദുനിൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പായുടെ ഖബറുകൾ പോയ ചരിത്രം നമുക്ക് ഇനിയും പറയാനില്ലേ? അള്ളാഹുവിന്റെ ചരിത്രം ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അബ്ദുല്ലാഹി മദീനയിൽ മരണപ്പെട്ടു എന്ന വിവരവുമായി അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് വിവരമെത്തി. ഇത് കേട്ടതോടുകൂടി സ്വാഭാവികമായും എല്ലാവരും വിഷമിക്കും. യതീമാകുന്നത് എപ്പോഴാണ്? ഹയാത്തോടുകൂടി റസൂലുള്ളാഹി ഭൂമിയിലേക്ക് പിറന്ന് ബാപ്പായെ കണ്ടതിന് ശേഷമല്ല, ബാപ്പായ ജീവിതത്തിൽ കാണുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അഖദൽ ഇലാഹു അബർ റസൂലി വലം യസൽ ബിറസൂലിഹിൽ ഫർദിൽ യതീമി റഹീമാ അലം യജിദ്ക യതീമൻ ഫആവാ. അല്ലാഹു പറയുകയാണ്, ഓ പുന്നാര പ്രിയപ്പെട്ട നബി, അങ്ങ് അനാഥനായിരുന്നില്ലേ? അല്ലാഹു കൂട്ടിയില്ലേ? അനാഥനാകണം എന്തിന്? അതിനും മറുപടിയുണ്ട്. നഫ്സിൽ ഫിദാഉ ലിമുഫ്രദിൻ ഫീ യുസ്മിഹി വദ്ദുറു അഹ്സനു മാ യകൂനു യതീമാ. ബാപ്പായെ നേരത്തെ കൊണ്ടുപോയി 6ാമത്തെ വയസ്സിൽ ഉമ്മയെയും കൊണ്ടുപോയി പരിപൂർണ്ണ യതീമാക്കിയത് എന്തിന്? പല മഹാന്മാര് പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് മാത്രം പറഞ്ഞാൽ മതി, അതിലപ്പുറം പറയണ്ട. അതാര് പറഞ്ഞതാ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിയുടെ പേരമക്കളിൽപ്പെട്ട ആളാണ് ജാഫർ സാദിഖ്. ആ ജാഫർ സാദിഖ് പറയുകയാണ്, ഇന്നമാ യുക്തിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയല്ലാ യകൂന അലൈഹി ഹഖ്ഖുൻ ലിമഖ്ലൂഖ്. കറക്റ്റ്, 100 മാർക്ക്. അത് മതി. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു നേരത്തെ തന്നെ പരിപൂർണമായും യതീമാക്കിയത് എന്തിന്? ഒരൊറ്റ മഖ്ലൂഖിനോടും ഒരു കടപ്പാടും റസൂലുള്ളാഹിക്ക് വേണ്ട. അള്ളാഹുവിനോട് മാത്രം കടപ്പാട് മതി. ഉമ്മയുണ്ടെങ്കിൽ ഉമ്മയോട് കടപ്പാട് വേറെയാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. ഉമ്മ ബാപ്പമാരോടുള്ള കടപ്പാട് വളരെ ഭാരിച്ചതാണ്. അങ്ങനെ ഒരു കടപ്പാടും ദുനിയാവിന്റെ അകത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു അല്ലാതെ വേറെ വേണ്ട എന്ന് അള്ളാഹു ഖളാ ആക്കിയത് കൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു കൊടുത്തത്. ഇത് ആത്മീയമായ നല്ല വ്യാഖ്യാനമാണ്. വേറെ പല വ്യാഖ്യാനങ്ങളുമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടണം. ചെറുതായി ചെറുതായി വലുതാവുക, എന്നിട്ട് വലുതാവുക. ഇതാണ് പ്രകൃതിയുടെ നിയമം. ഇത് റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെടുത്താനാണ്. രണ്ടാമത്തെ മറ്റൊരു കാര്യം, റസൂലുള്ളാഹി തങ്ങളെ ഇങ്ങനെയാക്കിയത് ലിയൻദുറ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വസല ഇലാ മദാരിജി ഉസ്ദി ഇലാ അവൈലി അംരി. റസൂലുള്ളാഹി വലുതായി തന്റെ ചരിത്രത്തിന്റെ പഴമയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം, ഞാൻ ഈ സ്ഥാനത്തേക്കൊക്കെ എത്തിയത് എന്റെ ബാപ്പ വലുതാക്കിയതാണെന്ന് പറയാൻ പാടില്ല, എന്റെ ഉമ്മ വലുതാക്കിയതാണെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നെ വലുതാക്കിയവൻ അല്ലാഹുവാൻ. ഇതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക്. കാലഘട്ടത്തിന്റെ സൃഷ്ടിയല്ല മുഹമ്മദുർ റസൂലുള്ളാഹി, സാഹചര്യത്തിന്റെ സൃഷ്ടിയല്ല മുഹമ്മദുർ റസൂലുള്ളാഹി. ബാപ്പ വളർത്തിയ പ്രതിഭാശാലിയല്ല, ഉമ്മ വളർത്തിയ പ്രതിഭാശാലിയല്ല, അള്ളാഹു വളർത്തിയ, അള്ളാഹു നിയോഗിച്ചയച്ച റസൂലാൻ. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് ആരോടും ഒരു കടമയും ഇല്ല. ആ കടപ്പാട് ഇല്ലാത്ത രൂപത്തിലെല്ലാം റസൂലുള്ള മദീനയിൽ പോയി താമസിക്കുന്ന വീട് പോലും താമസിപ്പിക്കുന്ന ആളോട് കടപ്പാടില്ലാതിരിക്കാൻ വേണ്ടി
വേണ്ടി അള്ളാഹു നേരത്തെ തന്നെ ആ വീട് അവിടെ ഉണ്ടാക്കി കൊടുത്തു എന്ന് നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു സംഗതിയാണിത്. വേറെയും കുറെ ഹിക്മത്തുകളുണ്ട് റസൂലുള്ള യത്തീംകുട്ടിയായതിന്. യത്തീമായതുകൊണ്ട് മറ്റ് പാവങ്ങളുടെ, മറ്റ് അബലകളുടെ, മറ്റ് അനാഥകളുടെ എല്ലാവിധ വേദനയും വിഷമവും റസൂലുള്ളാഹിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദാ, അനാഥ കുട്ടികളെ രക്ഷപ്പെടുത്തി പോറ്റുന്നവൻ ഞാനും അവരും സ്വർഗത്തിൽ ഈ വിധം അടുത്തുവരും. ഇരുവിരലുകൾ അടുപ്പിച്ചു നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഏതാവട്ടെ റസൂലുള്ള യതീമായി വളരുന്നു. അബ്ദുല്ലാഹി മരണപ്പെട്ടു. ഈ വിവരം ഈ 18-കാരിയായ ഭാര്യ ഭർത്താവിനെ കാത്തിരിക്കുന്നു. തന്റെ ഉദരത്തിൽ വളരുന്നത് അബ്ദുല്ലാഹിയിൽ നിന്ന് വന്ന ബീജമാണ്. അബ്ദുല്ലാഹിയുടെ രക്തം, അബ്ദുല്ലാഹിയുടെ ബീജം, അബ്ദുല്ലാഹിയുടെ മകൻ എന്റെ ഉദരത്തിലുണ്ട്. പെട്ടെന്നാണ് കേൾക്കുന്നത് ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു. കവയത്രിയായ ബീവി ആമിന റളിയല്ലാഹു അൻഹാ തന്റെ ഭർത്താവിന്റെ ദുഃഖകരമായ വേർപാടിന്റെ കഥ കേട്ടപ്പോൾ വിലാപകാവ്യം, ഏറ്റവും വേദനിക്കുന്ന തന്റെ ഭർത്താവിനെ അനുശോചിക്കുന്ന ഒരു കവിത പാടി. ജാനിബുൽ ബത്ഹാഇ മിൻ ഇബ്നി ഹാഷിമി വജാവറ ലഹദൻ ഖാരിജൻ ഫിൽ ഗമാഗിമി. ആരും കരഞ്ഞു പോകുന്ന ശോകമൂഖമായ അനുശോചന കാവ്യം സ്വയം രചിക്കുന്നത് ബീവി ആമിന റളിയല്ലാഹു അൻഹാ. ഗർഭിണിയായ തന്റെ മകന്റെ ബാപ്പാ മരിച്ചു എന്ന് കേട്ടപ്പോ ആ ബാപ്പാനെ പറ്റി അനുശോചന കാവ്യം സ്വന്തം പാടുകയാണ്. ദഅതുഹുൽ മനായ ബഗ്തതൻ ഫാജാബഹാ വമാ തറകതു ഫിന്നാസി മിസ്ല ഇബ്നി ഹാഷിമി അശിയാത راحوا يحملون سريره يعاوره أصحابه في التزاحم فإياك غالته المنايا وريبها فقد كان معتاء كثير التراحم. മാസങ്ങളുടെ കൂടെ ജീവിച്ച, ദാമ്പത്യ ബന്ധത്തിന്റെ സുഖം മാത്രം അനുഭവിച്ച ആ പെൺകുട്ടി തന്റെ സ്നേഹനിധിയായ ഭർത്താവിനെ കരളിന്റെ കരളായി ചിത്രീകരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജനാസമൃത ശരീരത്തെ തോളിലേറ്റി മദീനയിലുള്ള കുടുംബക്കാർ കബറിടത്തിലേക്ക് കൊണ്ടുപോയപ്പോഴും എന്റെ ഭർത്താവിന്റെ അനശ്വരമായ സന്തോഷ സ്വഭാവങ്ങൾ ലോകത്തിനെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സ്നേഹ കാരുണ്യ ഭാവങ്ങളെല്ലാം ആറടി മണ്ണിലേക്ക് താണുപോയി. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വിരഹവേദനയിൽ ഞാൻ ദുഃഖിക്കുന്നു, പക്ഷേ ക്ഷമിക്കുന്നു. അൽഹബ്നു ഹാഷിമ ഫീ മഹ്മാഹ മുലിമതി ഫീ ഹുഫ്റത്തിൻ ബൈന അഹ്ജാരിൻ ലദൽ ഹസ്രി സഖാ ജവാനിബ ഖബ്രിൻ അൻത സാകിനുഹു ഐസുൻ അഹമ്മ ദുറാമിൽ ആനദു ദുറരി. ആമിന ബീവി പാടിയ മറ്റൊരു പാട്ടാണ് സ്വന്തം ഭർത്താവിനെ കുറിച്ച്. നോക്കണം, ബീവി ആമിന റളിയല്ലാഹു അൻഹയുടെ ആ ഭർത്താവിനോടുള്ള അതിശക്തമായ ബന്ധത്തിന്റെ ശക്തി കൊണ്ടല്ലേ തന്റെ മകന് ജന്മം നൽകി. മകൻ വളർന്നു വലുതായി 6 വയസ്സായപ്പോഴേക്ക് പറഞ്ഞു, എനിക്ക് ആ ഭർത്താവിന്റെ ഖബറിടമെങ്കിലും ഒന്ന് ചെന്ന് കാണണം. 6 വയസ്സുള്ള പൊന്നോമന മകന്റെ കയ്യും പിടിച്ചുകൊണ്ട് 18-കാരിയായ ആമിന ബീവി പിന്നീട് 24-ലേക്ക് എത്തി. ആ സമയത്താണ് പോകുന്നത് മദീനയിലേക്ക്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മറപ്പെട്ട് കിടക്കുന്ന ആ മദീനയിലെ ദാറുൻ നാദിഖത്തുൽ ജാദിയുടെ ഖബർ ശ്മശാനത്തിൽ നിന്നുകൊണ്ട് തന്റെ 6 വയസ്സായ മകന്റെ കയ്യും പിടിച്ച്, നിന്റെ ബാപ്പായുടെ ഖബറാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ബീവി ആമിന റളിയല്ലാഹു അൻഹാ കണ്ണീർ കണങ്ങൾ മുഖത്തു നിന്ന് തുടച്ചു മാറ്റുമ്പോൾ ഈ പ്രിയപ്പെട്ട കുട്ടിക്ക് അടുത്ത ദിവസം ജീവനായ ഉമ്മയും കൂടി നഷ്ടപ്പെടാനിരിക്കുന്നു എന്ന വിവരം ആ കുഞ്ഞിനറിയുമോ ആകോ? അല്ലാഹു തആലയുടെ ഖളാ നടക്കുന്നു. ചുരുക്കത്തിൽ ബാപ്പ അബ്ദുല്ലാഹി മരിച്ചു. ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഗർഭിണിയാണ്. ആ ഗർഭകാലം വളർന്നു. 9 മാസം പരിപൂർണമായി ഗർഭത്തിൽ ജീവിച്ചു എന്നാണ് പ്രബലമായ ചരിത്രത്തിലെ അഭിപ്രായം. അത് പ്രകാരം റജബ് മാസത്തിലാണ് ഗർഭം ധരിച്ചത്. റബീഉൽ അവ്വലിൽ ജനനം ഉണ്ടാകുന്നു. ഗർഭകാലഘട്ടത്തിലുണ്ടായ വിവിധ അത്ഭുതങ്ങൾ ആമിന ബീവി പലപ്പോഴും അനുസ്മരിച്ചിട്ടുണ്ട്. ആമിന ബീവി അനുസ്മരിച്ച ഹദീസുകളൊക്കെ ധാരാളമുണ്ട്. അത് തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, വിഷയം ചുരുക്കി വരികയാണ്. ഞാൻ ഒരു വാക്ക് പറയട്ടെ. സയ്യിദുൽ വറാ റസൂലുള്ളാഹി തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഗർഭകാലത്തുണ്ടായ അത്ഭുതം റസൂലുള്ള പിന്നീട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞതും വിശ്വസിക്കാൻ പറ്റൂലേ? റസൂലുള്ള പറഞ്ഞതും കേൾക്കാതിരിക്കണോ? ഞാൻ പറയുന്നത് എങ്ങനെ വളച്ചു തിരിച്ചു പോയാലും റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് നടക്കുന്നവൻ അല്ലാഹുവാൻ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹുവാണ് ഏറ്റെടുത്തത്. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ
വവജദക ആയിലൻ ഫഅഗ്നാ. എല്ലാം അല്ലാഹു പൂർത്തിയാക്കി ഏറ്റെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. ഇമാം ഹാക്കിം സഹീഹായി ഉദ്ധരിച്ച്, ഇമാം ബൈഹഖി, ഇമാം ഇബ്നു സഅദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു മാദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ നഫ്സിക്. പുന്നാര നബി, അവിടുത്തെ വർത്തമാനം കുറച്ച് പറഞ്ഞു തരണം. റസൂലുള്ളാഹിനെ പറ്റി റസൂലുള്ളാഹി തന്നെ പറഞ്ഞു തരണം. വേറെ ആർക്കും മനസ്സിലാവോ? വേറെ ആർക്കോ പറയാൻ അറിയോ? റസൂലുള്ളാഹിന്റെ സ്ഥാന വലിപ്പങ്ങളൊക്കെ റസൂലുള്ളാഹി തന്നെ പറഞ്ഞു തരണം. എങ്കിലേ ലോകത്തുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു നബിയെ തങ്ങൾക്ക് നൽകിയ നിഅമത്ത് ഓരോന്നും തങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകൂല ആ വലിപ്പം. തങ്ങളുടെ അവസ്ഥയെപ്പറ്റി തങ്ങളൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്. ഇത് പല ഹദീസിന്റെ കിതാബിലുണ്ട്. പിന്നീട് പലപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അന ദഅവത്തു അബി ഇബ്രാഹിം. ഞാൻ ആരാന്നറിയോ? ഞാൻ എന്റെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആഇന്റെ സാക്ഷാത്കാരമാണ്. 2 വബുശ്റാ ഈസ ഇബ്നു മറിയം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനമാണ്. അവര് സന്തോഷ വാർത്ത അറിയിച്ച ആളാണ് ഞാൻ. അതിന്റെ പുറമെ വറഅത് ഉമ്മി ഹീന ഹമലത് ബി. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ ഗർഭം ധരിച്ചപ്പോൾ പ്രത്യേകമായ പല അത്ഭുതങ്ങളും കണ്ടിരുന്നു. കന്നഹു ഖറജ മിൻഹാ നൂറുൻ അളാഅത് ലഹു ഖുസൂറു ബുസ്റാ മിൻ അർദി ശാം. ശാം പ്രവിശ്യയിലെ ബുസ്റ കൊട്ടാരങ്ങളെ മുഴുവൻ പ്രകാശത്താൽ തെളിഞ്ഞുകണ്ട ഒരു പ്രത്യേകമായ ദിവ്യ ജ്യോതിസ്, ഒരു പ്രത്യേകമായ വെളിച്ചം എന്റെ പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവി എന്നെ ഗർഭം ധരിച്ച സന്ദർഭത്തിൽ പലപ്പോഴും കണ്ടിരുന്നു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അബ്ദുള്ള എന്ന പുരുഷന്റെയും ആമിന എന്ന പെണ്ണിന്റെയും സാധാരണ മകനായി സാധാരണ കുട്ടിയെ പോലെ ജനിച്ചതല്ല. ഗർഭകാലഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹി പറയുകയാണ്, എന്റെ ഉമ്മ പലതും കണ്ടതായി. അവര് സ്വപ്നത്തിൽ കണ്ട പല വിവരങ്ങളും കിതാബിലൊക്കെ കാണാം. മൗലിദ് കിതാബിലൊക്കെ ഉള്ളത് എല്ലാറ്റിനും അസ്ലുണ്ട്. അടിസ്ഥാനമില്ലാത്ത ഒന്നും മൗലിദ് കിതാബിൽ കാണുകയില്ല. മഹാത്മാക്കളായ അള്ളാഹുവിന്റെ ദീനിന്റെ ഉള്ളും പുറവും അടുത്തറിഞ്ഞ് പഠിച്ച പണ്ഡിതന്മാർ റസൂലുള്ളാഹിന്റെ മഹബത്ത് നിലനിർത്താൻ ഉണ്ടാക്കിയ മൗലിദിന്റെ കിതാബില് അപ്രാപ്യമായ, അലക്ഷ്യമായ, അപ്രസക്തമായ ഒരക്ഷരവുമില്ല. അത് വേണ്ടി വന്നാൽ തെളിയിക്കാനും സമർത്ഥിക്കാനും കഴിയും. അതിനെ ഹദീസിന്റെ കിതാബൊക്കെ കാണണ്ടേ? അതിനൊക്കെ ഇമാമുകൾ എഴുതിയ വേറെ വലിയ കിതാബുകൾക്ക് എത്തി നോക്കണ്ടേ? റസൂലുള്ളാഹി തങ്ങൾക്ക് ഗർഭമുള്ള റസൂലുള്ളാഹിനെ ഗർഭം ധരിച്ച സമയത്ത് ആമിന ബീവി എന്തെന്നില്ലാത്ത അത്ഭുതങ്ങൾ, ഓരോ രാത്രിയും വിവിധങ്ങളായ അത്ഭുതങ്ങൾ കണ്ടതായി ചരിത്രത്തിൽ കാണാം. വിവിധ പ്രവാചകന്മാരെ സ്വപ്നത്തിൽ കാണുന്നു, ആകാശമണ്ഡലങ്ങൾ കാണുന്നു, മലായിക്കത്ത് തന്നോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു, വിവിധങ്ങളായ അനുഭൂതികൾ. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇബ്നു സഅദ്, ഇബ്നു ഇസ്ഹാഖ് എല്ലാവരും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഞാൻ പറയാം. ബീവി ആമിന റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു സംഭവം. കുന്നാ നസ്മഉ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മാ ഹമലത് ബിഹി. ആമിന ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി ഗർഭം ധരിച്ച ആ കാലഘട്ടത്തിൽ ആമിന ബീവി അവരുടെ സ്നേഹിതകളോട് ഗർഭകാലത്ത് പറയാറുണ്ടായിരുന്നു, പ്രസവിച്ചതിന് ശേഷവും പറഞ്ഞിട്ടുണ്ട്. ഹലീമ ബീവിയോടൊക്കെ സുദീർഘമായി ആമിന ബീവി പല അത്ഭുതങ്ങളെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. മാ ശഅർതു അന്നി ഹമൽതു ബിഹി വലാ വജദ്തു ബിഹി സിഖലൻ വലാ അലമാ കമാ തജ്ദു النساء ഇല്ലാ അന്നി അൻകർതു റഫ ഹൈവതി വആതാനി ആതിൻ വഅന ബൈന النوم واليقظان فقال لي هل شعرت انك حملتي فاقول ما ادري. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവർ പറയുന്നു, എനിക്ക് ഗർഭം ധരിച്ചു, എന്നാൽ ആ സമയത്ത് ഞാൻ ഗർഭം ധരിച്ച വിവരം നേരിട്ട് അറിഞ്ഞിട്ടില്ല. അതിന്റെ സാധാരണ ഒരു വേദനയോ വെപ്രാളമോ മറ്റു സ്ത്രീകൾക്കുണ്ട് എന്ന് പറഞ്ഞു കേട്ടതൊന്നും എനിക്കുണ്ടായിട്ടില്ല. എന്റെ ഹൈവ്, എന്റെ ആർത്തവം നിലച്ചതായി എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് ഗർഭമുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എനിക്ക് ചിലപ്പോ ഉറക്കിന്റെ സന്ദർഭത്തിലുള്ള കിനാവുണ്ടാകും, ചിലപ്പോൾ ഉറക്കിന്റെയും ഉണർവിന്റെയും ഇടയിൽ മയങ്ങിക്കിടക്കുമ്പോൾ ചിലപ്പോഴേ അനുഭവം ഉണ്ടാവും. ഒരിക്കൽ എനിക്ക് ഒരു അശരീരിയുടെ മുഴക്കം ലഭിച്ചു. ഹൽ ഷാർത്തി ഹന്നക്ക് ഹമൽത്തി, നീ ഗർഭധരിച്ചിരിക്കുന്നു, നിനക്ക് ഗർഭമുണ്ട്, ഈ വിവരം നീ അറിയുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ആമിന ബീവി പറയുന്നു, ആ അശരീരിയുടെ മുഴക്കം, ഇന്നക്ക് ഹമൽത്തി ബിസയ്യിദി ഹാദിഹിൽ ഉമ്മ, ഈ ലോകത്തിന്റെ നായകനെ നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നു. ഉലകത്തിലെ ഭാഗ്യവതി ബീവി ആമിന റളിയല്ലാഹു അൻഹ. ഉലകത്തിൽ ഇങ്ങനെ ഒരു ഉമ്മയ്ക്ക് യോഗമുണ്ടായിട്ടുണ്ടോ? ഈ ലോകത്തിന്റെ മുഴുവൻ
നായകനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് ലാളിച്ച് പോറ്റി വളർത്താൻ ഭാഗ്യം ലഭിച്ച ബീവി ആമിന റളിയല്ലാഹു അൻഹാ, നിങ്ങൾ ഹമൽതി ബിസയ്യിദി ഹാദിഹിൽ ഉമ്മ വനബിയ്യിഹാ, ഈ ഉലകത്തിന്റെ നബിയെ നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നു. അതൊരു തിങ്കളാഴ്ചയായിരുന്നു. ഓരോ മാസവും ഓരോ ദിവസവും പിന്നീട് പല അത്ഭുതങ്ങളും ദർശനങ്ങളും ഉണ്ടായി. എന്നിട്ട് ആ ശരീരി മുഴക്കത്തിൽ ഞാൻ കേട്ടു, വആയതു ദാലിക അന്നഹു യഖ്റുജു മാഹു നൂറുൻ യംലഉ ഖുസൂറ ബുസ്റാ മിൻ അർളി ശാം. ഗർഭത്തിന്റെ സന്ദർഭത്തിൽ അത്ഭുതം ഉണ്ടാകും, പ്രസവത്തിന്റെ സമയത്ത് പല പ്രകാശ ചൈതന്യങ്ങളും കാണും. ഫഇദാ വളഅതിഹി ഫസമ്മീഹി മുഹമ്മദാ, അവർക്ക് ഗർഭം പൂർത്തിയായി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രസവിച്ചാൽ മുഹമ്മദ് എന്ന് പേര് നൽകണം എന്ന് എനിക്ക് സന്ദേശം ലഭിച്ചു. ഇതിലെന്ത് അത്ഭുതം ഇരിക്കുന്നു. സയ്യിദുനാ മൂസ കലീമുല്ലാഹി, ഇത് പറയുമ്പോഴേക്ക് ചിലർക്ക് ദഹിക്കുന്നില്ലേ? ഖുർആൻ ഷരീഫിൽ പറയുന്നു മൂസാ നബിക്ക് ഉമ്മ ഗർഭം ധരിച്ചു. ഗർഭം ധരിച്ചപ്പോഴേക്ക് വഹിയോട് വഹി. ഖുർആൻ പറയുന്നു മൂസാ നബിന്റെ ഉമ്മയ്ക്ക് നാം വഹി നൽകി. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ, മൂസാ നബിയുടെ ഉമ്മയ്ക്ക് നാം സന്ദേശം നൽകി. അതിന്റെ അർത്ഥം വഹി വിവിധ രൂപത്തിലുണ്ട്. മൂസാ നബിയുടെ ഉമ്മക്ക് കിട്ടുന്നത് ഇൽഹാമാണ്, അതാണ് ആമിന ബീവിക്കും കിട്ടുന്നത്. അപ്പൊ മൂസാ നബി എന്ന അള്ളാഹുവിന്റെ ഒരു റസൂലിന് ആ റസൂലിന്റെ ഉമ്മക്ക് കിട്ടുന്ന പരിരക്ഷ റസൂലുള്ളാഹി ഖൈറുൽ ഖൽഖി, സൃഷ്ടികളുടെ നേതാവായ റസൂലുള്ളാഹിന്റെ ഉമ്മാക്ക് ലഭിക്കുന്നതിന് എന്താ അത്ഭുതം. ഇത് കേൾക്കുമ്പോഴേക്ക് ചിലർക്ക് കേട്ടൂടാ. സുബ്ഹാനല്ലാഹ്, ഖുർആനിന്റെ മൗലികതക്കോ ചരിത്രത്തിനോ എതിരുണ്ടോ? എന്തിനധികം പറയണം? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാം, ഈസാ നബിന്റെ അത്ഭുതം എവിടുന്ന് തുടങ്ങിക്കണ കിനാബ് കാണില്ലെന്നറിയോ? അവരുടെ ഉമ്മയായ ബീവി മറിയം റളിയല്ലാഹു അൻഹാ, മറിയം ബീവിയോട് അടിക്കടി സന്ദേശം. വഇദ് ഖാലത്തിൽ മലായികത്തു യാ മറിയം, അല്ലാഹു പറയുകയാണ് ഖുർആനിലൂടെ ആമിന ബീവിയുടെ സ്ഥാനത്ത് അതേ പോയിന്റിലാ ആമിന ബീവി ഒരു ഭാഗം മറിയം അലൈഹിസ്സലാം. നോക്ക് നിങ്ങൾ, ഈസാ നബിന്റെ ഉമ്മയായ മറിയം അലൈഹിസ്സലാം, മറിയം ബീവിന്റെ ഉമ്മക്ക് പോലും സന്ദേശം ഉണ്ടായത് ഖുർആനിൽ പറയുന്നുണ്ട് അല്ലേ? ഇത് ഖാലത്ത് ഇംറഅതു ഇംറാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി. ഇതൊക്കെ ആര് പറഞ്ഞതാ? നബി പറഞ്ഞല്ല. ഈസാ നബിന്റെ അമ്മയാണ് മറിയം ബീവിന്റെ അമ്മയാണ് ഹന്ന ബീവിന്റെ പറച്ചിലായി പറഞ്ഞതൊക്കെ ഖുർആനിൽ. എന്നിട്ട് ഹന്ന ബീവി ദ്വാരുന്നതും നേർച്ചയാക്കിയതും കുട്ടിക്ക് പേരിട്ടത് ഫഇന്നീ സമ്മൈതുഹാ മറിയമ വഇന്നീ ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അപ്പോൾ ഇത് ബൈബിളിലുണ്ട്. മോശെ പ്രവാചകന്റെ മാതാവിന് സന്ദേശം ലഭിച്ചത്, ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ജാതനായ മോശെ സംരക്ഷണം കൊടുക്കാൻ പടച്ച റബ്ബ് തീരുമാനിച്ചത് ഓൾഡ് ടെസ്റ്റ്മെന്റിലുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാമല്ലേ? ഇതൊക്കെ അംഗീകരിക്കാമല്ലേ? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അല്ലാഹു തആല നബിയോടുള്ള ബഹുമാനം കൊണ്ട് ഒരു സന്ദേശം കൊടുത്തു, മുഹമ്മദ് എന്ന് പേരിടാൻ കൽപ്പിച്ചു എന്ന് പറയുമ്പോഴേക്ക് അത് കെട്ടുകഥയാണെന്ന് ജൽപ്പിക്കുന്ന റസൂലുള്ളാഹിയുടെ ശത്രുക്കളെ നിങ്ങൾക്ക് മാപ്പില്ല. അല്ലാഹു നമ്മുടെ ഈമാൻ കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് എന്തിനാ കുലുങ്ങണത്? ഇതൊന്ന് ചിന്തിച്ചു നോക്കി. ഖുർആന്റെ മൗലികത ഇതല്ല. ഖുർആന്റെ മൗലികത മറിയം ബീവി ഗർഭകാലഘട്ടത്തിൽ എന്തെല്ലാം കേട്ടു, എന്തെല്ലാം അറിഞ്ഞു. എന്തിന്? ഈസായുടെ അമ്മയാണ്, ഈസാ അലൈഹിസ്സലാമിന്റെ അമ്മയാണ്. അതുകൊണ്ട് സംരക്ഷണം കൊടുത്തു. മൂസാ നബി ജനിച്ചപ്പോഴേക്ക് അത്ഭുതമല്ലേ? അത്ഭുതല്ലേ? ജനിക്കുന്നതിന് മുമ്പേ അമ്മാക്ക് കൽപ്പന, എമ്മിലിടണം, പുഴയിലിടണം, പെട്ടിയിലിടണം. ഫിറഔന്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇതൊക്കെ നേരത്തെയുള്ള കൽപ്പനയാ. മൂസാ നബിന്റെ അമ്മാക്ക്, ഈസാ നബിന്റെ അമ്മാക്ക്, ഈസാ നബിന്റെ അമ്മന്റെ അമ്മക്ക്. ഇതൊക്കെ ഖുർആനിലുണ്ട്, തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്. തൗറാത്തിലില്ല, പഴയ നിയമത്തിൽ അത് കാണൂല. പഴയ നിയമത്തിൽ ഈസാ നബിയുടെ അത്ഭുതങ്ങൾ കാണും. എന്ത് പറയട്ടെ? അപ്പൊ ഇതൊന്നും വിശ്വസിക്കുന്നതിന് ഇസ്ലാമിന്റെ കിതാബിലുണ്ട്, ഹദീസിന്റെ കിതാബിലുണ്ട്. അതൊക്കെ ആരും ചിലർക്ക് മനസ്സിലാവൂല. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ബീവി ആമിന റളിയല്ലാഹു അൻഹാ ഗർഭം ധരിച്ചു. ആ സന്തോഷപരമായ ദിവസങ്ങൾ ഒരല്ലും മലട്ടുമില്ല. അബ്ദുൽ മുത്തലിബ് സ്നേഹാദരവോടുകൂടി പോറ്റുന്നു. അബ്ദുൽ മുത്തലിബ് അതിനൊക്കെ 100 വയസ്സ് കഴിഞ്ഞ മാന്യൻ, അത്യാവശ്യം എല്ലാ കാര്യത്തിലും ലക്ഷണമുള്ള ആളാ. സാമ്പത്തികമായി മോശക്കാരനായിരുന്നില്ല. കഅബാലയത്തിന്റെ നായകനാണ്. ഗർഭം ധരിച്ച ആ സന്ദർഭത്തിൽ പ്രസവിക്കാൻ ഇനി 50 ദിവസം. ആ സന്ദർഭത്തിലാണ് അറേബ്യ മുഴുവൻ ഞെട്ടിപ്പിച്ച വലിയ സംഭവം ഉണ്ടായത്. അതും കൂടി പറയാൻ ഒരിക്കലും നമ്മുടെ സമയം വിശാലമല്ല. എന്താണ് ഏറ്റവും വലിയ ശുഭലക്ഷണം?
എല്ലാ ആളുകൾക്കും എന്നും സ്മരിക്കാനുള്ള ഒരു ലക്ഷണം. റസൂലുള്ളാഹി തങ്ങളെ ആമിന ബീവി ഗർഭം ധരിച്ച സമയത്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ പുണ്യ ഭവനത്തെ ആക്രമിക്കാൻ വേണ്ടി അക്രമികളിൽ അക്രമിയായ ഒരു രാജാവ് ആനപ്പടയുമായി വരുന്നത്. അള്ളാഹു പറയുന്നു ആ സംഭവം ഗജവത്സരം എന്നാണല്ലോ നമ്മൾ പറയാ. ചില ആളുകളോടൊക്കെ റസൂൽ എന്നാ ജനിച്ചത് എന്ന് ചോദിച്ചാൽ ആനക്കലഹം കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞ്. ആനക്കലഹം എന്നായിരുന്നു സുഹൃത്തെ? ആനക്കലഹം അത് ആമിന ബീവിക്ക് ഗർഭമുള്ള സമയത്ത്. എപ്പോഴാ പ്രസവിച്ചത്? അത് ആനക്കലഹം കഴിഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞിട്ട്. ആനക്കലഹം എപ്പോഴായിരുന്നു? അത് ആമിന ബീവിക്ക് ഗർഭമുള്ള സമയത്ത്. ദൗറ് തസൽസുല് അത് പോരാ. സാധാരണഗതിയിൽ അത് ക്രിസ്താബ്ദം പഠിച്ചു വെക്കലാ നല്ലത്. എന്തുകൊണ്ട്? ക്രിസ്താബ്ദത്തിന് നമുക്ക് വലിയ പുണ്യം ഉണ്ടായിട്ടൊന്നുമല്ല. AD അല്ല AC, ആഫ്റ്റർ ഇൻ ക്രൈസ്റ്റ്. ഈ രൂപത്തിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മവർഷം മുതൽ കണക്കാക്കി വരുന്ന ക്രിസ്താബ്ദം കൊണ്ട് പറഞ്ഞാൽ ക്രിസ്താബ്ദം 571 ഫെബ്രുവരി മാസം അവസാനത്തിലാണ് ആനക്കലഹ സംഭവം ഉണ്ടാകുന്നത്. ഗജവത്സരം എന്ന പേരിൽ ആ സംഭവത്തിനെ അനശ്വരമാക്കാൻ വേണ്ടി ഒരു കൊല്ലവർഷം തന്നെ അന്ന് മുതൽ തീരുമാനിക്കപ്പെട്ട സംഭവമുണ്ട്. ഖുർആൻ പറയുന്ന ശൈലി ശ്രദ്ധിച്ചോ നിങ്ങൾ. ആമിന ബീവിയുടെ ഗർഭത്തിന്റെ ഉള്ളിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോഴാണ് ആനപ്പടയുമായി അബ്രഹത്ത് വരുന്നത്. അള്ളാഹു നബിയോട് ചോദിക്കുക, അലം തറ, തങ്ങൾ കണ്ടിരുന്നില്ലേ? കാണും, അതിനകത്തിരുന്ന് കാണും. ഹബീബുല്ലാഹി ഖുർആനാണ് പറഞ്ഞത്. ചൂടായിട്ട് കാര്യമുണ്ടോ? അലം തറ, നബിയെ തങ്ങൾ കണ്ടിരുന്നില്ലേ? അങ്ങ് ഉമ്മായുടെ ഗർഭാശയത്തിലിരിക്കുന്ന സമയത്തും അള്ളാഹു നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങൾ. കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആനക്കലഹത്തിന് വന്ന അബ്രഹത്തിന്റെ ആൾക്കാരെയും അബ്രഹത്തിനെയും അവന്റെ ആനകളെയും ഒക്കെ അള്ളാഹു ചെയ്തു തീർത്തത് എന്തായിരുന്നു എന്ന് അവിടുന്ന് കണ്ടില്ലേ? അലം തറ, തങ്ങൾ കണ്ടിരുന്നില്ലേ? തങ്ങൾ കാണുന്നില്ലേ? കണ്ടിരുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി ദുനിയാവിൽ അന്ന് അള്ളാഹുവിന്റെ റസൂലില്ല, ഉമ്മയുടെ ഗർഭത്തിലായിരിക്കുന്നത്. ആ സംഭവം ഇപ്പൊ പറയുന്നില്ല. ഒറ്റവാക്കിൽ പറയാം, കഅബ ഷരീഫ് ലോകത്തിന് മുഴുവൻ അന്ന് ആദര കേന്ദ്രമാണ്. പ്രത്യേകിച്ച് അറേബ്യക്കാരൊക്കെ ബഹുമാനിക്കുന്നതാണ്. എന്നാൽ അങ്ങ് യമനിന്റെ തലസ്ഥാനമായ സൻആയില് ഒരു രാജാവുണ്ട്, അബ്റഹത്തുനിൽ അശ്രം. ആ ചങ്ങാതിക്ക് തോന്നി ആളുകളൊന്നും ഇനി മക്കയിലേക്ക് പോകാൻ പാടില്ല, എന്റെ രാജ്യത്ത് എല്ലാവരും വരണം. വലിയ ഒരു കെട്ടിടം ഉണ്ടാക്കി, നല്ല സ്ഫടികം കൊണ്ട്, മാർബിൾ കൊണ്ട്, ആ കാലഘട്ടത്തിലെ മുന്തിയ സാധനങ്ങളെ കൊണ്ട് വലിയൊരു ബംഗ്ലാവ്. എന്നിട്ട് പറഞ്ഞു, ഇനി ആളുകളൊന്നും മക്കത്തേക്ക് പോകരുത്, എല്ലാവരും ഇവിടെ വന്നിട്ട് ഹജ്ജ് ചെയ്യണം, ഈ കഅബ തവാഫ് ചെയ്യണം, ഇതാണ് കഅബം എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സമാന്തര കഅബ അബ്റഹത്ത് എന്ന് പറയുന്ന അക്രമിയായ രാജാവ് ഉണ്ടാക്കുക മാത്രമല്ല മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നവരെ മുഴുവൻ തടഞ്ഞു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെയാണ് ഇനി മുതൽക്ക്, ഇറാനിൽ ഉണ്ടാക്കിയല്ലോ പണ്ടാരോ, മക്കത്തേക്ക് പോകാൻ പറ്റാത്തവർക്കൊക്കെ ഇറാനിൽ തന്നെ ഉണ്ടാക്കിയിരുന്നത്ര ഇറാൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു ബംഗ്ലാവ്. അല്ലാഹു അഅലം. എന്നാൽ അബ്റഹത്ത് കൊട്ടാരം പണിതു, അത് കഅബയുടെ സ്ഥാനത്തേക്ക് ഉയർത്താൻ പലതും നടത്തി. അപ്പോഴാണ് കഅബയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ദേഷ്യം പിടിച്ചു. അക്കാലത്തുള്ള ഒരാൾക്ക് ദേഷ്യം പിടിച്ചു. അയാൾ രാത്രി ചെന്നിട്ട് പതുക്കെ ഇവനുണ്ടാക്കിയ സ്ഫടിക സമാനമായ കൊട്ടാരത്തുമല് അമേദ്യാഭിഷേകം നടത്തി. ഇയാൾ ചെയ്തതാ. ഏതായാലും കഅബാലയത്തോടുള്ള അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ട് ചെയ്തതാ. ഇയാൾ രാവിലെ മുങ്ങി, അബ്റഹത്ത് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇതാ. ദേഷ്യം പിടിച്ചു. ഉടനെ തന്നെ അവൻ പറഞ്ഞു, മക്കത്തെ കഅബാലയം പൊളിച്ചിട്ടേ ഞാൻ അടങ്ങൂ. അങ്ങനെ ആയിരക്കണക്കിന് പട്ടാളത്തെ കാൽനടക്കാരെ റെഡിയാക്കി ആനപ്പുറത്താണ് യുദ്ധം. മരുഭൂമി കൂടെ ആനപ്പുറത്ത് വന്നാൽ ആനന്റെ ബുദ്ധി പോലും ഇല്ലാത്ത ആ പടപ്പ് 9 അല്ലെങ്കിൽ 13 ആനകളുണ്ടായിരുന്നു. വലിയ ഒരാനപ്പുറത്ത് അബ്റഹത്തുൽ അശ്രം കയറി അതിഗംഭീരമായി നീങ്ങി തായിഫിലെത്തിയപ്പോഴേക്ക് വിവരം കൊടുത്തു. തായിഫിലെത്തിയിട്ടാണ് നിർത്തിയിട്ട് തന്റെ പട്ടാളത്തെ, ആനകളോടൊക്കെ നിർത്തി, പട്ടാളക്കാരൊക്കെ നിർത്തി. എന്നിട്ട് 2-3 ആളുകൾ അങ്ങോട്ട് അയച്ചു. അവിടെ പോയിട്ട് പറയണം, കഅബാലയത്തിന്റെ നേതാവ് മുതലാളി ആരായെങ്കിൽ അബ്ദുൽ മുത്തലിബാന്ന് കേട്ടു. അന്ന് അബ്ദുൽ മുത്തലിബിനോട് പറയണം, ഞങ്ങൾ ആ നാട്ടിലുള്ള ഒരൊറ്റ കുട്ടിനെയും കൊല്ലൂല, ആരെയും ഒന്നും ചെയ്യൂല, കഅബാലയം പൊളിക്കാൻ മാത്രമേ ഞങ്ങളെ പരിപാടിയുള്ളൂ, ഒറ്റ കർസേവ. അതിനുവേണ്ടിയുള്ള തീരുമാനമാണ്. ഇവിടെ നോക്കണം, റസൂലുള്ളാഹി തങ്ങൾ ആമിന ബീവിയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ ഒരു ദുരന്തം സംഭവിച്ചുകൂടാ. അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ച ഇന്നും നമ്മൾ പറയില്ലേ, കഅബത്തിനെ പൊളിച്ച ദിവസം, അത് വലിയ ദുഃഖല്ലേ? അള്ളാഹു കാക്കണ്ടേ? അള്ളാഹു കാക്കുന്ന രൂപമായി പറയുന്നത്. തായിഫിൽ നിന്ന് കുറെ ആളുകളെ അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്യൂല, ആരെയും ഒന്നും കാട്ടൂല, കഅബ പൊളിക്കാനുള്ള പരിപാടിയാണ്.
ഉടനെ മറ്റൊരു ടീമിനെ അയച്ചു, നല്ല കുറച്ച് പത്താളക്കാരെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കഅബത്തിനെ ഏതാനും പൊളിക്കാൻ പോകല്ലേ, വൈമക്കുള്ള ചെലവ് നമുക്ക് വൈമന്ന് തന്നെ കിട്ടണം, അതുകൊണ്ട് മക്കത്തുള്ള കിട്ടാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ പെറുക്കിക്കോളി, ആടും കുതിരിയൊക്കെ പെറുക്കിക്കോളി. അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ അയച്ചു. അയച്ചവർ മുഴുവൻ പോയി മക്കയെ നിരീക്ഷിച്ചു. കഅബാലയത്തെ പൊളിക്കാൻ വലിയ പണിയൊന്നുമില്ല, ചെറിയൊരു കെട്ടിടമാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കി. പൊളിക്കാനുള്ള എല്ലാ ലക്ഷണങ്ങളും റെഡിയാക്കി. അവര് കൂട്ടത്തിൽ എന്ത് ചെയ്തു? മക്കയിലുള്ള പല ആടുകളെയും കുതിരകളെയും കുറെ ഒട്ടകങ്ങളെയും കൊള്ളയടിച്ചു. അബ്ദുൽ മുത്തലിബിന് 100 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു മലമല്. ആ 100 ഒട്ടകത്തിനെയും കൊള്ളയടിച്ചിട്ട് അവർ പോയി തായിഫിലേക്ക്. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ അബ്ദുൽ മുത്തലിബിനോട് കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബിന് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് കാര്യം പറഞ്ഞാൽ മതി. കഅബാലയത്തിനെ പൊളിക്കുന്നതിന് മൂപ്പർക്ക് വലിയ വിരോധമൊന്നും കണ്ടിട്ടില്ല. മൂപ്പര് വളരെ ശാന്തമായ രൂപത്തിലാണ് സംസാരിച്ചത്. ശാന്തം തന്നെയാ. അബ്ദുൽ മുത്തലിബിന് ഒരു ഉറച്ച വിശ്വാസമുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം പണിതുയർത്തിയ ഈ പരിശുദ്ധ ഭവനത്തിന്റെ കാവൽക്കാരൻ, അഖില ലോകത്തിന്റെ പ്രപഞ്ച കടാഹത്തിന്റെ രക്ഷാധികാരി, അഖില ലോകത്തിന്റെ ജഗന്യന്താവ് പടച്ച തമ്പുരാൻ, അവനൊരുത്തനുണ്ടെങ്കിൽ അവന്റെ ഭവനമാണിതെങ്കിൽ അവൻ കാക്കണം. തായിഫിലേക്ക് അങ്ങോട്ട് ചെന്നു അബ്ദുൽ മുത്തലിബ് സംസാരിക്കാൻ, അബ്രഹത്തിനോട് കൈകാര്യം ചെയ്യാൻ. അബ്രഹത്തിനോട് വേഗം പോയി കൈകാര്യം ചെയ്യുക. അബ്രഹത്തിനോട് പറഞ്ഞു, ഞാനാണ് മക്കത്തെ അബ്ദുൽ മുത്തലിബ്. അതെ, ഇരിക്കി. അബ്ദുൽ മുത്തലിബിന് ബഹുമാനപൂർവ്വം ഇരുത്തിയെന്ന അബ്രഹത്ത് യാതൊരു മര്യാദക്കേടുമില്ല. നല്ല വിരിപ്പ് വിരിച്ചു കൊടുത്തു. അബ്ദുൽ മുത്തലിബിനോട് നല്ല രൂപത്തിൽ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങൾ വേണ്ടാത്തരത്തിനൊന്നും മെനക്കെടൂല, കഅബാലയം പൊളിക്കൽ ഞങ്ങൾക്ക് നിർബന്ധമാണ്. എന്റെ നാട്ടിലുണ്ടാക്കിയ കഅബ, അതാണ് കഅബ, അവിടത്തേക്ക് പോകുന്ന ആൾക്കാര് അതിന് ഞങ്ങൾ പൊളിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ നുരീദു ഹർബൻ വലാ ലനാ ബിദാലിക താഖ, ഞങ്ങൾ തടുത്ത് നിൽക്കാൻ തയ്യാറല്ല, ഞങ്ങൾ തടുക്കുന്നില്ല, പ്രതിരോധിക്കുന്നില്ല, ഞങ്ങൾക്ക് അതിനൊട്ട് ശേഷിയുമില്ല. ഹാദാ ബൈത്തുല്ലാഹിൽ ഹറാം വബൈത്തു ഖലീലിഹി ഇബ്രാഹിം, ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ ഭവനമാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം പടുത്തുയർത്തിയ വീടാണ്. ഫഇല്ലം യംനഉഹു മിൻഹു ഫഹുവ ബൈത്തുഹു വഹറമു, ഇത് സംരക്ഷിക്കണമെന്ന് ഇതിന്റെ റബ്ബിന് തീരുമാനമില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ എന്ത് തീരുമാനം? അതുകൊണ്ട് അല്ലാഹു അത് സംരക്ഷിക്കും, ഞങ്ങൾ അതിനൊന്നും ഇടപെടുന്നില്ല എന്ന് അബ്രഹത്തിന്റെ ദൂതന്മാരോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു വിട്ടു. അബ്ദുൽ മുത്തലിബിന്റെ ഈ വിവരം അബ്രഹത്തിനോട് പറഞ്ഞു. അയാൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് അയാൾ പറയണത്, അതിനൊരു പടച്ചോനുണ്ട് എന്നൊക്കെയാണ് അയാൾ പറയണത് എന്ന് പറഞ്ഞു. അവസാനം അബ്ദുൽ മുത്തലിബ് രാജാവിന്റെ അടുത്ത് പോയി വീണ്ടും പറഞ്ഞു, എന്റെ ഒട്ടകം, നിങ്ങളുടെ ആൾക്കാർ എന്റെ 100 ഒട്ടകത്തെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, എന്റെ ഒട്ടകം എനിക്ക് തരണം. അബ്രഹത്ത് ചോദിച്ചു, അല്ല മിസ്റ്റർ, നിങ്ങളല്ലേ കഅബാലയത്തിന്റെ രക്ഷാധികാരി? കഅബാലയം പൊളിക്കാൻ വരുന്ന ഞങ്ങളോട് അതിനെക്കുറിച്ചൊന്നും പറയാതെ 100 ഒട്ടകത്തിന്റെ കാര്യമാണോ നിങ്ങളുടെ ബേജാറ്? ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, അന റബ്ബുൽ ഇബിൽ വഇന്ന ലിൽ ബൈത്തി റബ്ബൻ സയംനഉഹു, ഒട്ടകത്തിന്റെ റബ്ബ് ഞാനാണ്, കഅബാലയത്തിന്റെ റബ്ബ് വേറെ ആളാണ്. കഅബാലയത്തിനെ കാക്കേണ്ട റബ്ബ് കഅബാലയം കാക്കും, എന്റെ ഒട്ടകം കാക്കാൻ ഞാൻ തന്നെ വേണം, അതുകൊണ്ട് ഒട്ടകത്തെ തരണം. ഈ ചോദ്യത്തിന്റെ മുമ്പിൽ അബ്രഹത്ത് മുട്ടുമടക്കി എല്ലാ ഒട്ടകത്തെയും തിരിച്ചു കൊടുത്തു. മൂപ്പര് മക്കത്തേക്ക് വന്നു. മക്കക്കാരെ, അബ്ദുൽ മുത്തലിബിന്റെ ഒരു അവസ്ഥ, ആമിന ബീവിയെ പോറ്റി സംരക്ഷിക്കുന്ന, റസൂലുള്ളാഹി തങ്ങളുടെ ഗർഭകാലഘട്ടത്തെ നിരീക്ഷിക്കുന്ന അബ്ദുല്ലാഹിയുടെ വാപ്പ അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് വരാൻ പറഞ്ഞു ആളുകളോട് മുഴുവൻ. സൈന്യം അപ്പുറത്തെത്തിയിട്ടുണ്ട്, അടുത്ത മണിക്കൂറുകളിൽ ഇവിടെ എത്തിച്ചേരും. കഅബാലയത്തിന്റെ കില്ല പിടിച്ചു. അബ്ദുൽ മുത്തലിബ് ആളുകളോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ ശരീരത്തെ കാക്കാം, ഏതോ മലമുകളിലേക്ക് പോകാം, ആനപ്പുറത്താണ് ആ പഹയന്മാർ വരുന്നത്, അവർ വല്ല കുഴപ്പമുണ്ടാക്കിയാൽ നമ്മൾ മരിച്ചു പോകും. കഅബാലയം ഇത് പടച്ചവന്റെ വീടാണ്, പടച്ചവൻ കാക്കുന്നെങ്കിൽ കാക്കട്ടെ, നമുക്കിതാ ദുആ ചെയ്തിട്ട് പോകാം. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് മക്കക്കാരായ ആളുകളുടെ കൂടെ ദുആ ചെയ്തു. ലാഹുമ്മ ഇന്നൽ അബ്ദ യംനഹു റഹ്ലഹു ഫംനൽ ഹിലാലക് ലാ യഗ്ലിബന്ന സലീബഹും വമിഹാലഹും വദുബം മിഹാലക് ഇൻ കുൻത താരികഹും വഖിബ്ലതനാ ഫഅംറും മാ ബദാലക്. ലോകേശ്വര, ജഗന്യന്താവായ പടച്ചവനെ, നിന്റെ ഭവനമിതാ ഞങ്ങളിവിടെ വിട്ടേക്കുന്നു, നീ കണ്ടത് ചെയ്തോ, ഞങ്ങളിതാ പോകുന്നു. ഇതാണ് ഈമാൻ. ഏകനായ അല്ലാഹുവിൽ ദൃഢമായ വിശ്വാസമുള്ള ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. മക്കളെയും കുട്ടികളെയും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് മലന്റെ മുകളിൽ പോയി പാർത്തു. കഅബാലയം ഫ്രീ, കരസേവ നടത്താൻ സൗകര്യം. അബ്രഹത്തും കൂട്ടരും വന്നു. 13ഓളം വരുന്ന ആനപ്പട, ബാക്കിയുള്ളത് വിവിധങ്ങളായ ആളുകളുടെ വിവിധ പടകൾ. സൈന്യം വളരെ ഗംഭീരമായി വന്നു. അറഫ വഴിയിലൂടെ വന്നു. മീനയിൽ നിന്ന് കുറച്ചേക്ക് പുറത്തെത്തി. മുഹസ്സബ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി.
അവിടെ എത്തിയപ്പോഴേക്ക് ഇവന്റെ ആനകൾക്ക്, അതിന്റെ മുമ്പ് തന്നെ ആനകൾക്ക് സ്വഭാവം തിരിഞ്ഞൂന്നാ. ആനകൾ ഇടത്തോട്ടും വലത്തോട്ടും പോകും, പുറകോട്ടും പോകും, മുന്നോട്ട് നടക്കൂല. എങ്ങനെ തെളിച്ചാലും മുന്നോട്ട് നടക്കൂല. കണ്ടാലും അറിയില്ല, കൊണ്ടാലും അറിയാത്ത ചില പടപ്പുകൾ. ആ കൂട്ടത്തിൽപ്പെട്ട ഈ അബ്രഹത്ത് എന്ന പൊട്ടൻ. എന്തെങ്കിലും തിരിയണ്ടേ? ആനകൾ മുന്നോട്ട് പോണില്ല, എങ്ങോട്ട് തെളിച്ചാലും മൂപ്പര് പോകും, മുന്നോട്ട് പോകൂല. അപ്പഴീ ചൂടുള്ള വടിയെടുത്ത് ഇരുമ്പിന്റെ കമ്പിയൊക്കെ പഴിപ്പിച്ചിട്ട് ആനകളെ മുന്നോട്ട്. എന്നാ ഈ ചങ്ങാതിക്ക് മനസ്സിലാക്കിക്കൂടെ, അവിടെ ഒരു അബ്ദുൽ മുത്തലിബ് മാത്രമല്ല ഉള്ളത്, വേറെ ആരോ ഉണ്ട്, അതുകൊണ്ട് ആന പോകാത്തത്. ഇയാൾക്ക് ബോധമില്ല. അവസാനം മിനായുടെ അടുത്ത് എത്തിച്ചേർന്നു. ഇന്നും ഹാജിമാർ മുസ്ദലിഫ വഴി അറഫയിലേക്ക് പോകുമ്പോ ഈ വഴി താണ്ടിയാണ് പോവുക. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തന്റെ ഹാജിമാരായ ആളുകളുടെ കൂടെ അവിടെ ഹജ്ജിന് പോയല്ലോ. ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഈ ഭാഗം നിങ്ങൾ പെട്ടെന്ന് വിട്ടുകടക്കണം, ഇവിടെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമാണ്, അവിടെ കൂടുതൽ നിൽക്കരുത്. ഇന്നും ഹാജിമാർക്ക് ആ ഭാഗം വേഗം വിട്ടുപോകൽ സുന്നത്താണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തം നടന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ മിനയിലെ മുഹസ്സറിൽ എത്തിയപ്പോഴേക്കും അള്ളാഹുവിന്റെ കൽപ്പന അതാ വരുന്നു. കഅബയെ രക്ഷിക്കാൻ ഒരു റബ്ബുണ്ട് എന്ന് റബ്ബ് തെളിയിക്കുകയാണ്. ഇന്നലഹു റബ്ബൻ സയംനഉഹു, കഅബയെ കാക്കാൻ കഅബയുടെ റബ്ബ്. അതാണ് അല്ലാഹു പറഞ്ഞത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. നബിയേ, അസ്ഹാബുൽ ഫീലിനെ, ഗജപട്ടാളക്കാരെ നിങ്ങൾ കണ്ടില്ലേ നബിയേ? തങ്ങൾക്കറിയില്ലേ നബിയേ? അവരെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. പ്രത്യേകമായ ഒരു തരം പക്ഷികളെ അല്ലാഹു ഇറക്കി. ആ പക്ഷികളുടെ ചുണ്ടിലും പക്ഷിയുടെ കാലുമ്മലും സിജ്ജീൽ, പ്രത്യേകമായ ഒരു മണ്ണിന്റെ കട്ട അല്ലെങ്കിൽ ചെറിയ കല്ല്, വളരെ ചെറിയ കല്ലായിരുന്നു. രാസായുധമായിരുന്നോ ആവോ? അള്ളാഹു അവന്റെ കുദ്റത്ത് കൊണ്ടാണ് ശിക്ഷിക്കുന്നത്. അള്ളാഹു എന്തിനും കഴിവുറ്റവനാണ്. വിശ്വാസമുള്ള ഒരു സമൂഹമുണ്ടെങ്കിൽ അഭൗമികമായ സഹായം കിട്ടുക തന്നെ ചെയ്യും. ആ വിശ്വാസവും ഇല്ലാതെ പോയതാണ് വർത്തമാനകാല മുസ്ലിമീങ്ങളുടെ ദുരന്തം. ബൈത്തുൽ മുഖദ്ദസ് എന്നേ നഷ്ടപ്പെട്ടുപോയി. ഒരൊറ്റ കുട്ടിയും വിരൽ വെക്കാനില്ല. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടുപോയി. ഒരൊറ്റ കുട്ടിയുടെയും ഈമാനിന് ചൂട് പിടിക്കുന്നില്ല. ഈമാനിന്റെ ക്ഷതമാണ്. വിഖായത്തുല്ലാഹി അള്ളാഹുവിന്റെ കാവലുണ്ടായാൽ പീരങ്കി വേണ്ട, പടയങ്കി വേണ്ട, യാതൊരു ആയുധവും വേണ്ട. അതില്ലെങ്കിലോ, അള്ളാന്റെ കാവലില്ലെങ്കിൽ ലോകം മുഴുവൻ കുലുങ്ങിയിട്ടും കാര്യമില്ല. സുഹൃത്തുക്കളെ, അങ്ങനെയതാ ഈ പക്ഷികൾ വന്ന് പ്രത്യേകമായ ഒരു കല്ല് വാനാന്തരീക്ഷത്തിലൂടെ പറന്നു നീങ്ങുന്ന ഈ പക്ഷികൾ ഓരോ ചെറിയ 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 കല്ല് താഴോട്ട് വർഷിപ്പിക്കുന്നു. ആനക്കലഹത്തിൽ വന്ന മുഴുവൻ പട്ടാളക്കാരുടെയും അവരുടെ മൃഗങ്ങളുടെയും ശരീരത്തിലേക്ക് ഈ കല്ല് വന്ന് വീഴുന്നതോടുകൂടി അവരതാ നിലംപതിക്കുന്നു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, അവര് കൊയ്യപ്പെട്ട ചച്ച പോലെ, ഒരർത്ഥത്തിൽ കൊയ്യപ്പെട്ട കുറ്റി പോലെ, അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും നശിച്ചു വരണ്ടുപോയി എന്ന് ഖുർആൻ പറയുന്നു. ഓരോ ആനകളും ചത്തു വീഴുന്നു. സൈന്യം എല്ലാവരും അപകടപ്പെട്ടിട്ടില്ല. ഈ പക്ഷികളുടെ ശരവർഷം നടക്കുന്നു എന്നറിഞ്ഞപ്പോഴേക്ക് ഭൂരിപക്ഷം പട്ടാളക്കാരും ഓടി രക്ഷപ്പെട്ടു. ആ ഓടി രക്ഷപ്പെട്ട കൂട്ടത്തിൽ ഈ അബ്റഹത്തും രക്ഷപ്പെട്ടു. പറഞ്ഞിട്ട് കാര്യമില്ല, അവന് അതിന്റെ ക്ഷതമേറ്റു. അവന്റെ അവയവങ്ങൾ മുറിഞ്ഞു വീഴാൻ തുടങ്ങി. അവിടെ മരിച്ച മിക്ക ആളുകളും മരിച്ചത് അവയവങ്ങൾ ജീർണിക്കുക. ഈ പക്ഷികൾ പുറത്തേക്ക് താഴേക്ക് വിടുന്ന ഈ കല്ലുകൾ ശരീരത്തിലേക്ക് വീഴുമ്പോഴേക്ക് ശരീരം ദ്രവിച്ചു പോവുക. അങ്ങനെ അബ്റഹത്ത് സന്നായിലെത്തിയപ്പോഴേക്ക് അവയവങ്ങൾ ഓരോന്നും ദ്രവിച്ചുപോയി. അവിടെ എത്തിയപ്പോ ശരീരത്തിൽ നിന്നുള്ള ഹാർട്ട്, ഹൃദയം പുറത്തേക്ക് വീണു. അവിടെ വെച്ച് മരിച്ചു, ചത്തുപോയി. അബ്റഹത്ത് എന്ന് പറയുന്ന കഅബാലയത്തിനെതിരിൽ ദുരന്തം തീരുമാനിച്ച മനുഷ്യനെ അള്ളാഹു പഠിപ്പിച്ചു. ഇത് നടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗർഭം 8 മാസത്തിലധികം 8.5 മാസമായപ്പോഴാ. വ്യക്തമായി പറഞ്ഞാൽ 571 ഫെബ്രുവരി മാസം ഒടുവിലായിരിക്കണം ഈ സംഭവം നടക്കുന്നത്. അഖില ലോകത്തിന്റെ ദൂതൻ സയ്യിദുൽ വറാ ത്വാഹ റസൂലുള്ളാഹി. ഇതൊരു മുഹൂർത്തമാണ്. നമ്മുടെ ജീവിതകാലത്ത് റസൂലുള്ളാഹി തങ്ങളെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. അകക്കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് കഴിയണം. ആ പുന്നാര പൂമോനെ കാണാൻ നമുക്ക് പൂതിയുണ്ട്. അല്ലാഹു തആല മഹബത്തിലേക്ക് നമ്മളെ എത്തിക്കട്ടെ. റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വർത്തമാനങ്ങളും നമുക്ക് ആവേശമാണ്. ഹബീബായ റസൂലുള്ളാഹി
തങ്ങൾക്ക് ഈ ഉലകത്തിലേക്ക് വരാനുള്ള ടൈം അതാ അടുത്തു കഴിഞ്ഞു. റസൂലുള്ളാഹി തങ്ങളുടെ ആഗമനത്തിന്റെ സമയമായി. റസൂലുള്ളാഹി തങ്ങളുടെ വരവിനുള്ള ഒരുക്കം ഹദീസിന്റെ കിതാബിലൊക്കെ ഉണ്ട്. വതസയ്യനത്തിൽ ഹൂറു വൽ വിൽദാൻ വദുഖ്ഖത് ബശായിറുൽ അഫ്റാഹ് وظهرت كواكب الصباح ونادى مناد في السماء والأرض ألا إن النور المكنون في മഹാനായ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ചുള്ള വിദഗ്ധമായ ആവിഷ്കാരങ്ങൾ, എത്രയാണ് അത്ഭുതങ്ങൾ. റസൂലുള്ളാഹി തങ്ങൾ ഉലകത്തിലേക്ക് വീഴുകയാണ്. വലില്ലാഹി വഖ്തുൻ ജിഅത ഫീഹി വതാലിഉ സഈദുൻ അലാ അഹ്ലിൽ വുജൂദി വമുഖ്ബിലൂ. റസൂലുള്ളാഹി തങ്ങൾ ഈ ഉലകത്തിലേക്ക് ഉദിച്ചുയർന്ന ആ മുഹൂർത്തം എല്ലാ അർത്ഥത്തിലും സത്യത്തിന്റെ സമയമാണ്. എല്ലാ അർത്ഥത്തിലും അത് വിജയത്തിന്റെ സമയമാണ്. ഈ ഉലകത്തേക്ക് വെച്ച് ഏറ്റവും അനുഗ്രഹീതമായ നിമിഷം ഏതെന്ന് ചോദിച്ചാൽ മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ഉലകത്തിലേക്ക് ഉദിച്ചുയർന്ന ആ സമയം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. ലോകത്തിനാകമാനം റഹ്മത്തായ റസൂലുള്ളാഹിയെ നിയോഗിച്ചയച്ച, അല്ലാഹു അവതരിപ്പിച്ച സുദിനം, ആ നിമിഷം, ആ റബീഉൽ അവ്വൽ നമ്മുടെ സന്തോഷത്തിന്റെ ദിവസമാണ്. ഒരു പ്രഭാതത്തോടടുത്ത സമയത്ത് മദീനയുടെ ഒരു കുന്നിന്റെ മുകളിൽ കയറിക്കൊണ്ട് ഒരു യഹൂദി ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നു, യാ മാശറ യഹൂദ്, യാ മാശറ യഹൂദ്. മക്കാ ശരീഫിൽ റസൂലുള്ളാഹി ജനിക്കുന്ന സമയം. ആ സമയത്ത് മദീനത്തെ അനൗൺസ്മെന്റ് നടക്കുക. ആര്? ഒരു യഹൂദി പുരോഹിതൻ. എന്താണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്? ആളുകൾ ചോദിച്ചു, എന്താ ഈ അട്ടഹാസം? ഈ പാതിരിക്ക് മനുഷ്യനെ ഉറങ്ങാനേക്കാതെ എന്താണ് പുരോഹിത തമ്പുരാനെ സംഗതി? അദ്ദേഹം പറഞ്ഞു, തലാ നജ്മു അഹ്മദ് അല്ലദീ ഉലിദ ബിഹി ഫീ ഹാദിഹി ലൈല. ഇന്നത്തെ രാത്രിയിൽ അഹ്മദ് ജനിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്താ ജനിക്കുന്നത്. തെക്കേ അറേബ്യയിലെ മക്ക ദേശത്ത് കഅബാലയത്തിന്റെ ഒരു ഭാഗത്തുള്ള സഫാ കുന്നിന്റെ വലതു ഭാഗത്തുള്ള ദാറു മുഹമ്മദ് എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ഷാർപ്പ് ജന്മസ്ഥലം. ഇന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ചെറിയ തഹ്ഫീദുൽ ഖുർആൻ എന്ന ബോർഡ് വെച്ച് ഇന്നും ആ കെട്ടിടം അവിടെയുണ്ട്. പഴയ കെട്ടിടമല്ല, പിൽക്കാലഘട്ടത്തിൽ പരിഷ്കരിപ്പിച്ച കെട്ടിടം. ആ സ്ഥലത്തെ പഴയ കാലത്ത് ഒരു വലിയ സ്മാരക ബോധത്തോടുകൂടി സൂക്ഷിച്ചിരുന്നു. ആളുകൾ അവിടെ സന്ദർശിച്ചിരുന്നു, ആളുകൾ അവിടെ കാണിക്ക വെച്ചിരുന്നു എന്നെല്ലാം ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും അത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്ഥലം ഹജ്ജിന് പോയവർക്കൊക്കെ അറിയാം. സഫായുടെ ഭാഗത്ത്, സഫാ മറുവയുടെ പോയിന്റിൽ വിശാലമായ മൈതാനമുണ്ട്. ഇപ്പോ ആ മൈതാനം അവസാനിക്കുന്ന പോയിന്റിൽ ഇന്നും ഒരു ചെറിയ പച്ച ബോർഡ് കാണാം, തഹ്ഫീദുൽ ഖുർആനുൽ കരീം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജനനം നടന്ന സ്ഥലം. ഏതാവട്ടെ, ആ ജനനത്തിന്റെ സന്ദർഭത്തിൽ ലോകമാകെ കുലുങ്ങിയ സംഭവം, ലോകത്ത് വിവിധങ്ങളായ അത്ഭുതങ്ങൾ ഉണ്ടായ സംഭവം. ബീവി ആമിന റളിയല്ലാഹു അൻഹ പല അത്ഭുതങ്ങളും കണ്ടത് പലപ്പോഴും ഞാൻ പറഞ്ഞു. ഇമാം ഇബ്നു സഅദ് ഹാക്കിം എല്ലാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സമയത്ത് ലോകത്തിന്റെ പല ഭാഗത്തും അതിന്റെ അടയാളങ്ങൾ കണ്ടിട്ടുണ്ട്. കേൾക്കുക, മക്കയിൽ താമസക്കാരനായിരുന്ന ഒരു യഹൂദി. മക്കയുടെ യഹൂദികളെ മാത്രം കഥയിൽ വരുന്നത് എന്തുകൊണ്ടാ? അഹ്ലുൽ കിതാബ് അവരാണ്. അവർക്ക് ഈ പഴയകാല കാര്യം, ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല സുഹുഫി ഇബ്രാഹിമ മൂസ, ഇതിന്റെ വക്താക്കൾ അവരായതുകൊണ്ടാണ് അവർ കഥാപാത്രങ്ങളായി വരുന്നത്. മക്കയുടെ ഒരു ഭാഗത്ത് താമസിച്ച ഒരു യഹൂദി അന്ന് രാവിലെ എഴുന്നേറ്റു. നേരത്തെ എഴുന്നേറ്റിട്ട് ഖുറൈശികളുടെ അടുത്തേക്ക് വന്നു. ഖുറൈശികളോട് ചോദിച്ചു, യാ മാശറ ഖുറൈശ് ഹൽ ഉലിദ ഫീക്കുമുൽ ലൈലത മൗലൂദ്. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ കുട്ടി ജനിച്ചിട്ടുണ്ടോ? ഒരു പുതിയ കുട്ടി ജനിച്ചിട്ടുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അങ്ങനെ വല്ല അത്ഭുത ജനനം ഉണ്ടായതിന്റെ ലക്ഷണമൊന്നും നേരം വെച്ച് വരുന്നേ ഉള്ളൂ. അവര് പുറത്തേക്ക് വന്ന് കാണാനും കേൾക്കാനും ആയിട്ടില്ല. അവര് പറഞ്ഞു, ഉടനെ തന്നെ അന്വേഷിക്കണം. ഇഹ്ഫദൂ മാ അഖൂലു ലക്കും, ഞാൻ പറയുന്നത് ചെവി കൊള്ളണം. ഉലിദ ഹാദിഹിൽ ലൈലത നബിയ്യു ഹാദിഹിൽ ഉമ്മ, ഇന്നത്തെ ദിവസം ഈ ഉലകത്തിന്റെ നബി, അല്ലാഹുവിന്റെ അവദൂതൻ, സത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബൈന കത്തിഫൈഹി അലാമ ഫീഹാ ശാറാത്തുൻ മുത്തവാത്തിറാത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അന്വേഷിക്കാം, പോയി അന്വേഷിച്ചോ. ആ കുട്ടിയുടെ ചുമലത്ത് ഇടത് ഭാഗത്തായി ഒരു പ്രത്യേക മുദ്രയുണ്ട്, ഖാതമുൻ നുബുവ്വ, നുബുവ്വത്തിന്റെ മുദ്രയാണ്. അവിടെ പ്രത്യേകമായ ചില കറുത്ത മുടികൾ അധികമായി വളർന്ന് ഒരു മുദ്ര പോലെ, ഒരു സീല് ചെയ്ത അടയാളം പോലെ, മാംസത്തിന്റെ കട്ട പോലെ പല അർത്ഥം 27 റിവായത്തുകളുണ്ട് ഖാതമുൻ നുബുവ്വത്തിന്റെ.
നുബുവത്തിന്റെ മുദ്രയായി റസൂലുള്ളാഹിന്റെ ഇടത് ചുമലിലുണ്ടായിരുന്ന ആ മുദ്രയെക്കുറിച്ച് 27 ഉദാഹരണങ്ങൾ ഹദീസിന്റെ കിതാബിൽ കാണുന്നുണ്ട്. ഈ യഹൂദി പറയുന്നു, ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, ഇന്ന് ഖുറൈശികൾക്ക് പോയി നോക്കിക്കോളി, അതാണ് ഈ ഉലകത്തിന്റെ റസൂൽ. ആ കുട്ടിയുടെ ചുമലിൽ ഇടത് ഭാഗത്ത് ഒരു മുദ്രയുണ്ട്. ഇത് കേട്ടപ്പോൾ കുറച്ച് ഖുറൈശികൾ അന്വേഷിച്ചു. അപ്പോഴതാ കേൾക്കുന്ന വിവരം, അബ്ദുല്ലാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യ അബ്ദുൽ മുത്തലിബിന്റെ മരുമകൾ ബീവി ആമിന റളിയല്ലാഹു അൻഹാ ഒരു കുഞ്ഞിന് ഇന്നലെ പുലർച്ചെ ജന്മം നൽകിയ കഥ ഞങ്ങൾ ചെന്നു നോക്കി. ഫദഹബു ഇലാ ബൈത്തി ആമിനത ഫലമ്മാ റആഹു വഅറഫഹു. ഈ യഹൂദി പണ്ഡിതൻ അവിടെ കയറി ചെന്ന് കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞ വാക്ക്, ഖുർആൻ പറഞ്ഞ വാക്ക് നോക്ക്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കളെ മക്കളാണെന്ന് തിരിച്ചറിയുന്നത് പോലെ റസൂലുള്ളാഹി തങ്ങളെ അവർക്ക് തിരിച്ചറിയും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. പൊന്നോമന മോന്റെ മുഖത്തും പൊന്നോമന മുഖന്റെ കവളത്തും പൊന്നോമന മുഖന്റെ ചുമലിലേക്ക് ഖാതമുൻ നുബുവത്ത് നോക്കി. അത് കണ്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു ഖുറൈശികളുടെ കൂടെ. ആമിന ബീവിയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന ഈ യഹൂദി പണ്ഡിതൻ പറയുന്നു, ഇതാ കേട്ടോളൂ, വല്ലാഹി റഹബത്തിൻ നുബുവത്തു മിൻ ബനി ഇസ്രായീൽ. യഹൂദി മതത്തിന്റെ കാലം കഴിഞ്ഞു, ഇസ്രായേൽ പാരമ്പര്യം ഇതാ അവസാനിച്ചു. ഇസ്മായിൽ നബിയുടെ മക്കളിലേക്ക് ഇതാ നുബുവത്ത് നീങ്ങിക്കഴിഞ്ഞു. ഇത് അവസാനത്തെ റസൂലാൻ. അറിയേണ്ടവർക്കറിയാൻ, കേൾക്കേണ്ടവർക്ക് കേൾക്കാൻ നിരവധി നിരവധി ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ അള്ളാഹു പാഴാക്കിയിട്ടില്ല. റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്താൻ റസൂലുള്ളാഹി തന്നെ നടക്കേണ്ട ആവശ്യമില്ല, അള്ളാഹു നടത്തിയിട്ടുണ്ട് പരിചയപ്പെടുത്തൽ. ഇൻഷാ അല്ലാഹ് 40 വയസ്സിന് നുബുവത്തിന്റെ കഥ പെട്ടെന്ന് വരും, ഇനി ഇത്രയും സമയമെടുക്കൂല. ആ സമയത്തൊക്കെ റസൂലുള്ളാഹി തങ്ങളെ ഓരോരുത്തരും എന്ന് വിശ്വസിക്കുന്ന രംഗം വരുന്നു, കാണുന്നു, മുഖത്തേക്ക് നോക്കുന്നു. ചില ആളുകൾ റസൂലുള്ളാഹി തങ്ങളുടെ ഷർട്ട് ഒന്ന് പൊക്കി നോക്കും, ഖാതമുൻ നുബുവത്ത് ഉണ്ടെങ്കിൽ നോക്കും, ഉണ്ട് എന്ന് കാണും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എത്ര ആളുകളാണ് മിനിറ്റ് വെച്ച് റസൂലുള്ളാഹി തങ്ങളെ കണ്ട് ഇസ്ലാമിലേക്ക് വന്ന കഥ. പക്ഷേ മർക്കടമുഷ്ടികളായ ഒരു വിഭാഗം എതിർക്കാൻ മാത്രം പഠിച്ചവരെ എതിർക്കും. അത് ഏത് സത്യവും അങ്ങനെയാണ്. ഫഇൻ റഔ കുല്ല ആയത്തിൻ ലൻ യുഅ്മിനൂ ബിഹാ. എല്ലാ ദൃഷ്ടാന്തങ്ങളും കണ്ടാലും അവർ വിശ്വസിക്കുകയില്ല എന്ന് ഖുർആൻ ശരീഫ് അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതങ്ങൾ ഓരോന്നും ഞാൻ പറയുന്നില്ല. അത്ഭുതത്തോടുകൂടി പറഞ്ഞാൽ അവിടുന്ന് നെറ്റിത്തടം ഭൂമിയിലേക്ക് വെച്ച് സുജൂദിന്റെ രൂപത്തിൽ ആദ്യമായി സുജൂദായി കിടക്കുന്ന ഒരു പരുവത്തിലാണ് ആദ്യമായി ഭൂലോകത്തേക്ക് ജനിച്ചു വീണതെന്ന് അനിഷേധ്യമായ ചരിത്രരേഖകളിൽ കാണുന്നുണ്ട്. ഇതിനെപ്പറ്റി പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം എന്താണ്? റസൂലുള്ളാഹി തങ്ങൾക്ക് ഇങ്ങനെ ഒരു ആദരവ് അല്ലാഹു കൊടുക്കും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് സുജൂദിന്റെ രൂപത്തിൽ. ഹദ്ദസത്നി ഉമ്മി അന്നഹാ ഷഹിദത്ത് വിലാദത്ത് ആമിനത്ത് റളിയല്ലാഹു തആല അൻഹാ. ഉസ്മാൻ ഇബ്നു അബി ദാസ് പറയുന്നു, എന്റെ ഉമ്മ ആമിന ബീവി പ്രസവിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ആമിന ബീവിയുടെ പ്രസവത്തിന്റെ സമയത്ത് പരിചരിച്ചത് ആരാന്നറിയോ? ബീവി ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബശിയ്യ റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹി തങ്ങളെ കയ്യോടെ ഇങ്ങോട്ട് ഏറ്റുവാങ്ങി ഉമ്മു ഐമൻ എത്യോപ്യക്കാരിയായ ഒരു പെൺകുട്ടിയാണ്. ആമിന ബീവിയോട് അടുത്ത പ്രായം, ഏകദേശം 20 വയസ്സിന്റെ താഴെ പ്രായം. അബ്ദുല്ലാഹിയുടെ വേലക്കാരി വൃത്തിയായിരുന്നു. അബ്ദുല്ലാഹി നേരത്തെ മരിച്ചല്ലോ. മരിച്ചപ്പോൾ ഒരു ഒട്ടകം ഒരു വേലക്കാരിയായ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ, അതുപോലെ കുറച്ച് കാശ്, അതായിരുന്നു റസൂലുള്ളാഹി തങ്ങൾക്ക് അനന്തര സ്വത്തായിട്ട് കിട്ടിയത്. ആ അനന്തര സ്വത്തിൽ കിട്ടിയതാണ് ഉമ്മു ഐമൻ ബറക്കത്ത് റളിയല്ലാഹു അൻഹാ. അതൊരു ബറക്കത്താണ്. ആ ഉമ്മ കുട്ടിയെ അങ്ങോട്ട് ഏറ്റുവാങ്ങി ഭൂമിയിലേക്ക് വീണു. റിപ്പോർട്ടൊക്കെ അവർ തരുന്നുണ്ട്. ഈ കുട്ടി വലുതായി 40 വയസ്സായി നുബുവത്ത് കിട്ടി. നുബുവത്ത് കിട്ടിയപ്പോഴേക്ക് ആമിന ഖദീജ ബീവിയെ കല്യാണം കഴിച്ചല്ലോ. കുട്ടികളെ പ്രസവിച്ചു. ആ കുട്ടികളെയും പോറ്റിയെടുക്കുന്നത് ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോഴും വീട്ടിൽ നിന്ന് പൊട്ടിക്കരയുന്നത് ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമക്ക് മുലയൂട്ടുന്നത് ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ വലുതായി പ്രസവിച്ചു ഹസൻ റളിയല്ലാഹു അൻഹു. ആ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവം എടുത്ത് മുല കൊടുക്കുന്നത് ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. ആ കറുത്ത പെണ്ണിന്റെ മഹാഭാഗ്യം. റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഇത്രയും സഹവസിച്ച ഒരു ചരിത്രം വേറെ ആർക്കുമില്ല. ആമിന ബീവി പോയില്ലേ 6-ാമത്തെ വയസ്സിൽ?
ബാപ്പ നേരത്തെ പോയില്ലേ? അബ്ദുൽ മുത്തലിബ് പോയില്ലേ 8ാമത്തെ വയസ്സിൽ? അബൂ താലിബ് പോയില്ലേ 48ാമത്തെ വയസ്സിൽ? അബൂബക്കർ സിദ്ദീഖ് വരുന്നത് 18ാം വയസ്സിലല്ലേ? പിന്നെ ആർക്കാ എല്ലാ പാരമ്പര്യമുള്ളത്? ഗർഭത്തിന്റെ ആ നിമിഷം മുതൽ കൂടെ ആര്? ആ ഗ്രാമീണ വനിത, എത്യോപ്യക്കാരി, ആഫ്രിക്കക്കാരി പെൺകുട്ടി ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. അവര് പറയുകയാണ്, ഫമാ ശൈഉൻ അൻദുറു ഇലൈഹി മിനൽ ബൈത്തി ഇല്ലാ നൂറൻ. എവിടെ നോക്കിയപ്പോഴും ഒരു വെളിച്ചം. ആ ജന്മസന്ദർഭത്തിൽ എവിടെയും ഒരു പ്രഭ, വീട്ടിന്റെ ഉള്ളിലും പുറത്തും നാടാകെ വെളിച്ചം, നാടാകെ വെളിച്ചം. വഇന്നീല അൻദുറു ഇലൻ നുജൂമി, നക്ഷത്ര താരങ്ങൾ താഴേക്കിറങ്ങി വരുന്നത് പോലെ പ്രതീതി. തദ്നു ഹത്താ യഖഅന അലയ്യ, നക്ഷത്ര താരങ്ങൾ വന്നിറങ്ങുന്നു എന്ന് തോന്നുന്ന രൂപത്തിലുള്ള പ്രകാശമയമായ പ്രഭമുറ്റിയ ഒരു സന്ദർഭം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മസന്ദർഭത്തിൽ താരങ്ങൾ, നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് അവതരിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്കതിന് വിരോധമൊന്നുമില്ല. ഈസാ നബി